പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇന്നും നാളെയും ജീവിതാവസാനം വരെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രയോജനപ്പെടും. 10 ദിവസത്തേക്കല്ല, 1 വർഷത്തേക്കുമല്ല, ലൈഫ് ലോങ്, മരണം വരെ പ്രയോജനപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുകയാണ്, റോമാലേഖനം 9-ാം അധ്യായം 33-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ആ വാക്ക് ഏറ്റെടുക്കേണ്ട ഒരു വാക്കാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ വചനം എഴുതിയിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ആരുടെ മുമ്പിലും തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരില്ല. അതിന് വേറൊരു വാക്കിൽ എഴുതിയിരിക്കുകയാണ്, ലജ്ജിക്കാൻ ഇടവരില്ല. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞത് ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ. എവിടെയേലും ലജ്ജിച്ചു പോയിട്ടുണ്ടോ? പല ആളുകളും പല സ്ഥലത്തും ലജ്ജിച്ചു പോയിട്ടുണ്ടായിരിക്കും. സാമ്പത്തിക മേഖലയിൽ ലജ്ജിച്ച അവസ്ഥയിലായിരിക്കും ഉള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, വീടിൻ്റെ കാര്യത്തിൽ, പല കാര്യങ്ങളിലും പലരെക്കാളും പുറകിലും ലജ്ജിച്ചുമാണെങ്കിൽ, അടുത്ത വചനമാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. ഇന്ന് ആ വചനത്തെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ 100 വഴികൾ ഇല്ല, ഓപ്ഷൻ ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലേക്കും പ്രിയപ്പെട്ടവരായ ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്കും ഭവനത്തിലേക്കും വരാൻ 100 വഴികൾ, അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. 1 മുതൽ 100 വരെ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുക. ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേരാണ് വിശ്വാസത്തിൻ്റെ ഒരു വഴി. അതാണ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരുപാട് പേര് ജീവിതത്തിൽ പല കാര്യത്തിലും തകർന്ന് തരിപ്പണമായി പോയവരായിരുന്നു. പക്ഷെ അവരൊക്കെ എങ്ങനെയാണ് പിടിച്ചു കയറി ഇന്ന് രക്ഷപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത്? വിശ്വാസമെന്ന പിടിവള്ളിയിൽ പിടിച്ചിട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് നടത്തി പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കടം കയറിയ മനുഷ്യൻ ഇതാ ഒന്ന് കയറി ഇറങ്ങി നല്ല നിലയിലെത്തിയപ്പോൾ പറഞ്ഞു, അന്ന് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്നെ ഉയർത്തിയത്. വിശ്വസിക്കുന്നവന് ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വചനവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളുണ്ടെങ്കിലും ഇതിനെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവവചനവുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് പറയുന്നത്. ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലപ്പേരിട്ടിട്ട് ഒരു അത്ഭുതം കൊടുത്തിട്ടുണ്ട്. ലിസ്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥലം. ലിസ്ത്ര, അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്. ലിസ്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായം 8 മുതലുള്ള വാക്യമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സറിഞ്ഞ് കേട്ടാൽ ഈ ഒരൊറ്റ വചനം മതി നമ്മുടെ ലൈഫിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ. പൗലോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രസംഗം നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് കാഞ്ഞൂർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്ഥലപ്പേരാണ് ലിസ്ത്ര. അവിടെ നടക്കുമ്പോൾ ജന്മനാ മുടന്തനായ, അപ്പോൾ എത്ര വയസ്സോട്ടായിരിക്കും മുടന്നു വന്നത്? എത്ര വയസ്സോട്ടായിരിക്കും? 6 വയസ്സ് തൊട്ടോ? ജന്മന എന്ന് പറഞ്ഞാൽ എപ്പോഴാ? ആ ഉണ്ടായപ്പോൾ തൊട്ട്. ജന്മന കാലിന് സ്വാധീനമില്ലാത്ത ഒരുവൻ ആ ദേശത്തുണ്ടായിരുന്നു. ഏത് സ്ഥലത്ത്? ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത്. ആ വാക്കുകളെല്ലാം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചപ്പോൾ തന്നെ കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ ഉണ്ടായിരുന്നു. എഴുതിയിരിക്കുകയാണ് പ്രത്യേകത, അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഒരിക്കലും നടന്നിട്ടില്ല. ഇനി ജന്മനാ കാലിന് സ്വാധീനമില്ലാത്തവരുടെ കാല് നമ്മുടെ കാല് പോലെ ഇരിക്കുമോ? അവരുടെ മസിൽസിന്റെ പ്രത്യേകത, കാലിൻ്റെ എല്ലാ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്, ആ കാലുകൾ വളരെ ശോഷിച്ച കാലുകളായിരിക്കും. ഇങ്ങനെ ജന്മനാ സ്വാധീനമില്ലാത്ത ഒരാളെ കണ്ട് നിങ്ങൾക്ക് വേദന അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു,
ചൂടുവെള്ളം കോരി ഒഴിച്ചാലും ഒന്നും ഫീൽ ചെയ്യില്ല, കത്തി കൊണ്ട് വിരൽ മുറിച്ചാലും വേദനയില്ല. അതാണ് ജന്മനാ സ്വാധീനം, രക്തഓട്ടമില്ല. അതുകൊണ്ട് കാല് ഈർക്കിളി പോലിരിക്കും. നമ്മുടെ കാലിനെ പോലെ മസിൽസ് ഉണ്ടാവില്ല, നടക്കാൻ പറ്റില്ല, ഞരമ്പ് വീക്കായിരിക്കും, രക്തഓട്ടമില്ലാത്ത ഞരമ്പായിരിക്കും, കാലിന് ബലമില്ല. ഈ വ്യക്തി ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം. പൗലോസ് പ്രസംഗിക്കുമ്പോൾ പൗലോസ്ലീഹയ്ക്ക് മനസ്സിലാവുകയാണ്, ഇവന്റെ കാല് സുഖപ്പെടുന്ന അത്രയും വിശ്വാസം ഇവനിൽ ഉണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. വിശ്വാസമുള്ളവനെ അവൻ്റെ വാക്ക്, അവൻ്റെ പ്രാർത്ഥന, വ്യക്തിയുടെ സ്തുതിപ്പ്, കൈയടിക്കുന്ന രീതി, ഇത് കണ്ടാൽ അറിയാം ആ വ്യക്തിക്ക് എന്തേരം വിശ്വാസം ഉണ്ടെന്ന്. പൗലോസ്ലീഹ അവിടെ നിന്ന് കാണുമ്പോൾ ഒരു കസേരയിലിരിക്കുന്ന ജന്മനാ കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ ദൈവവചനം പറയുന്നത് കേട്ടപ്പോൾ പൗലോസ്ലീഹ പറയുവാണ്, അവൻ കേൾക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത്, ഇവന്റെ കാല് സുഖപ്പെടാൻ കഴിയുന്ന, അത്ഭുതം നടക്കാൻ അത്രയും വിശ്വാസം ഇവനിൽ ഉണ്ട് എന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം മാറ്റിവെച്ച് ഈ ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നവരും വന്നവരുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, ഇന്ന് നിങ്ങളെ ഈശോ നോക്കുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരാൻ കഴിയത്തക്ക ഒരു വിശ്വാസത്തോടെ ഇരിക്കണം. ഇനി അതിലെന്തേലും ഒരു കുറവുണ്ടെങ്കിൽ ശിഷ്യന്മാരെ പോലെ നിങ്ങളും പ്രാർത്ഥിക്കണമെന്ത്? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി വിശ്വാസത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഓരോ പ്രാവശ്യം ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തെ, സ്വർഗത്തെ അറിയിച്ചു കൊടുക്കുവാണ്. എൻ്റെ ഈ ഹല്ലേലൂയ എന്ന വാക്ക് ഈ അന്തരീക്ഷത്തിൽ നിറയുവാണ്. എൻ്റെ അടുത്തിരിക്കുന്ന 10 പേര് പുറകിലും മുന്നിലും ഇരിക്കുന്നവർ കേൾക്കുന്നു, കാണുവാണ്. ഞാൻ ഒരു പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. സ്വർഗത്തിലെ ദൈവം എൻ്റെ വിശ്വാസം ഇന്ന് കാണണം, വിശ്വാസത്തിൻ്റെ അളവ്. ഇനി ശ്രദ്ധിക്കുക, ഈ വ്യക്തിക്ക് വിശ്വാസം ഉള്ളപ്പം അതിൻ്റെ ശക്തി എവിടെ വെളിപ്പെട്ടു? സ്വാധീനമില്ലാത്ത കാലിൽ ഹൃദയത്തിലുണ്ടായിരുന്ന വിശ്വാസം എവിടെ വെളിപ്പെട്ടു? ജന്മനാ കാലിന് സ്വാധീനമില്ലാത്ത ഈർക്കിളി പോലെ അല്ലെങ്കിൽ മെലിഞ്ഞ് ശോഷിച്ച കാലിൽ, മസിലിന് ബലമില്ലാത്ത, ഞരമ്പുകൾ വീക്കായ കാലിൽ എന്തു വെളിപ്പെട്ടു? വിശ്വാസത്തിന്റെ ശക്തി വെളിപ്പെട്ടു. പൗലോസ്ലീഹ പറയുവാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ എഴുന്നേറ്റ് കഷ്ടിച്ച് നിന്നു. 10 പേര് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്നല്ല എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയാണ്, അവൻ എഴുന്നേറ്റ് ഓടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഓടണമെങ്കിൽ നമുക്ക് പലർക്കും ഓടാൻ പോലും പറ്റില്ല, ഇപ്പൊ എല്ലാ മസിൽസ് ഉണ്ടായിട്ട് പോലും. ഓടിയാൽ നമ്മൾ വീണ് കതച്ചു പോകും. ഈ മനുഷ്യൻ ഓടി. എങ്ങനെയായി ഓടിയത്? വിശ്വാസം ഉള്ളവനെ ദൈവം ഓടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഏത് കാര്യത്തിൽ? എല്ലാ കാര്യത്തിലും. ഹൃദയത്തിൽ എഴുതിയിടണം, വിശ്വാസത്തോടെ ഇന്നു വരെ നടന്നിട്ട് പോലും ഇല്ലാത്തവനായി ഇപ്പോൾ ഓടിയെന്ന് ഓർക്കണം. ഇവനെ നോക്കിയിട്ട് വഴിയെ പോയവരും സ്വന്തക്കാരും കൂടപ്പറപ്പും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും, ഇവൻ ഒരിക്കലും നടക്കുകയില്ലെന്ന്. എല്ലാവരും പറഞ്ഞത് നടക്കുകയില്ലെന്നാണ്. എല്ലാവരും പറഞ്ഞത് നടന്നാൽ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകേണ്ട വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എഴുതിയിരിക്കുന്നത് അവന്റെ വിശ്വാസം കൊണ്ട് അവൻ കഷ്ടി നടന്നു എന്നല്ല, വിശ്വാസം കൊണ്ട് അവൻ ഓടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്ന് പറയുന്ന ദൈവവചനം, വിശ്വാസം നിങ്ങളിൽ നിറയുമ്പോൾ നിങ്ങൾ കഷ്ടി നടക്കണമെന്നല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല മൈക്കെടുത്ത് നിൽക്കുന്നത്. വിശ്വാസത്തോടെ വചനം കേട്ട് ഇനി ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇതുപോലെ ഓടും. ദൈവം നമ്മളെ ഓടിക്കും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ ഓടിക്കുമെന്ന് വിശ്വാസമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൽ വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പ്രശ്നം. കേട്ടോ നിങ്ങൾ? അച്ഛാ, 188 പേര് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എണ്ണിയതാണ്. എണ്ണം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. 2 കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏതൊക്കെ? വിശ്വാസമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുണ്ട്. വിശ്വാസം ഇല്ലാന്ന് ഉള്ളവർ പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി, ശുദ്ധ ഹൃദയരായ കുറേ പേരാ പറഞ്ഞത്. പാവങ്ങൾ, അവർ ശിശുതുല്യ ഹൃദയമുള്ളവരാ, ഒന്നും ഓർക്കാതെ ചാടി പറഞ്ഞതാ. ഹല്ലേലൂയ.
നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനിത് പറഞ്ഞിട്ട് എനിക്കിട്ട് കൊതി തീരുന്നില്ല. എനിക്ക് മനസ്സിലായി ശരിക്കും ഇത്. അത് നോക്കി, മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന കാലുള്ള ഒരുത്തൻ ഹൃദയത്തിനകത്തെ വിശ്വാസം വന്നപ്പോൾ അവൻ്റെ ഞരമ്പ് നേരെയായി, മസിൽ പെട്ടെന്ന് വന്നു. ഇന്ന് വരെ നടന്നിട്ടില്ലാത്തവൻ ഓടി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി എവിടെ എത്തി? അവൻ്റെ കാലിലെത്തി. അപ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി എവിടെ എത്തും? എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിൽ അതിൻ്റെ അനുഗ്രഹം എത്തും, എൻ്റെ ശരീരത്തിന് അതിന് അനുഗ്രഹം എത്തും, എൻ്റെ തലമുറകളിൽ അതിൻ്റെ അനുഗ്രഹം എത്തും. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിലും അതിൻ്റെ ശക്തി വെളിപ്പെട്ടിരിക്കും. അതാ വിശ്വാസം. ഇതാണ് വിശ്വാസം. ഇനി അടുത്തത്, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ദൈവം ഒരു വ്യക്തിയിൽ തുറന്നിട്ടിരിക്കുന്ന ഒരേ ഒരു വഴിയാണ് വിശ്വാസത്തിൻ്റെ വഴി. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് കേട്ടു കണ്ടു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിസ്സാരമായിട്ട് ഇതിനെ കാണും. പക്ഷേ ഈ ഒരു കാര്യം മതി ഒരാളുടെ ജീവിതം മൊത്തം മാറി മറിയാൻ. വിശ്വാസം. അതിനാധാരമായി ഒരു നല്ല വചനം, എന്നെ വളരെ സ്വാധീനിച്ചൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥനാ വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വളരെ സ്വാധീനിക്കുന്നൊരു വചനമാണത്. അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ 27-ാം അധ്യായം. അതിൻ്റെ ഹെഡിങ് എന്നാണെന്നറിയാമോ? പൗലോസ്ലീഹായുടെ റോമായിലേക്കുള്ള ഒരു കപ്പൽ യാത്രയാണ്. ഇത് വായിക്കുമ്പോൾ ചിലർക്ക് തോന്നും ഒരു കപ്പൽ യാത്ര ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമുണ്ടോയെന്ന്. ഞാൻ അതിന് മറ്റൊരു പേരിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ ജീവിത യാത്രയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പൗലോസ്ലീഹ നടത്തിയത് ഇറ്റലിയിലേക്ക്, റോമിലേക്ക് ഒരു കപ്പൽ യാത്ര. പക്ഷെ ആ കപ്പൽ യാത്രയാണെങ്കിൽ അതുപോലെ മറ്റൊരു കപ്പലിൽ യാത്ര ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഓരോ കപ്പലെ കൂടെ. ഈ കപ്പൽ യാത്ര തുടങ്ങുമ്പം അലക്സാണ്ട്രിയയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ ഈ പൗലോസ്ലീഹ എല്ലാവരും കൂടെ കയറിയതിനു ശേഷം പ്രാർത്ഥിച്ച പൗലോസ്ലീഹ കപ്പലിലുള്ളവരോട് പറഞ്ഞു, ശ്രദ്ധയോടെ കേൾക്കണം, പ്രാർത്ഥനയുള്ള പൗലോസ്ലീഹ കപ്പലിലുള്ളവരോട് പറയുവാണ്, ഈ യാത്ര നമുക്ക് ഗുണകരമാകാൻ സാധ്യതയില്ലെന്ന് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു മെസ്സേജ്. നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് പറയില്ലേ, അതുപോലെ പൗലോസ്ലീഹ ഒരു മെസ്സേജ് പറഞ്ഞു. ആരും അത് കൂട്ടാക്കിയില്ല, മൈൻഡ് ചെയ്തില്ല, അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഒന്നാമത്തെ ആത്മീയ ദൂത് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുള്ള ചിലർ നമ്മളോട് ചിലപ്പോൾ പറയും അത് വേണ്ട, അതൊന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാവില്ലേ, ആരും ഇത് തള്ളിക്കളയരുത്. പ്രാർത്ഥനയുള്ള പൗലോസ്ലീഹ പറയുവാണ്, ഈ യാത്ര വേണോ? ഇത് അല്പം ദോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നേ. 27-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ ഉപദേശിച്ചു പൗലോസ്ലീഹ, മാന്യരെ, നമ്മുടെ ഈ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെ നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. ആരും ഇത് മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ ഏതേലും ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വീട്ടിൽ വന്നിട്ട് നമ്മളോട് ചിലപ്പോൾ പറയും, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒന്നും കൂടെ ഒന്ന് നോക്കണം, വേറൊന്നും വേണ്ട. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ 10 വയസ്സായ ഒരു കൊച്ചായിരിക്കും പപ്പായോട് പറയുന്നത്, അമ്മയോട് പറയുന്നത്, മമ്മി ആ സ്ഥലം വിൽക്കുന്ന കാര്യം നല്ലതാണോ? ചിലപ്പോൾ പ്രാർത്ഥനയുള്ള കുഞ്ഞു ഹൃദയമുള്ള വിശ്വാസമുള്ള 10 വയസ്സൊരു കൊച്ചായിരിക്കും മെസ്സേജ് പറയുന്നത്. വേറൊരു കാര്യം കേൾക്കണം, പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ ആരെങ്കിലും നിങ്ങളോടൊരു മെസ്സേജ് തന്നാൽ അത് നിസ്സാരമായി തള്ളിക്കളയരുത്. അതിനകത്ത് എന്തേലും ഒരു ദൈവീക കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവരാരും മൈൻഡ് ചെയ്തില്ല. ഇനി ഈ കപ്പലെ കയറി പോവുകയാണ്. കപ്പലെ കയറി യാത്ര തുടങ്ങുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒരു കുഴപ്പമുണ്ട്, സാധാരണ ഒരു കുഞ്ഞു കാറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ 14-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, വടക്ക് കിഴക്കൻ എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്കാറ്റ് കരയിൽ നിന്ന് ആഞ്ഞടിച്ചു. എന്ത് ആഞ്ഞടിച്ചു? ഉറക്കെ പറയാമോ? കൊടുങ്കാറ്റ്. പൗലോസ്ലീഹ യാത്ര ചെയ്തിരുന്ന കപ്പലിന് നേരെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ചില കൊടുങ്കാറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്ന 10 പേരേലും ഇതിനകത്ത് കാണും. ഏത്? ഇപ്പോൾ പോകുന്ന ജീവിതയാത്രയ്ക്ക് നേരെ
ചില കൊടുങ്കാറ്റടിച്ച് വലിയൊരു ഭയത്തിൻ്റെ മുമ്പിലായിരിക്കും ചില ആളുകൾ ഇപ്പോൾ എന്നെ ദൈവവചനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊടുങ്കാറ്റടിച്ചപ്പം അവർ ചെയ്ത ഒരു കാര്യമാണ്, ഇതിനെ എതിർത്ത് നിൽക്കാൻ കഴിയാതെ കാറ്റടിച്ച് ഈ കപ്പലിനെ ഏതോ ദേശത്തേക്ക് കൊണ്ടുപോയി. എവിടെയോ കാറ്റടിച്ച് കൊണ്ടുപോയി, കപ്പൽ ഏതോ വഴിക്ക് തിരിഞ്ഞു പോയി, റൂട്ട് തെറ്റിപ്പോയി, അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്തത്, കപ്പലിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. ചോദിക്കട്ടെ ഒരു ചോദ്യം, ആർക്കാ നഷ്ടമുണ്ടായത് ഈ യാത്രയിൽ? ദൈവത്തിൽ ആശ്രയിച്ച പൗലോസിനോ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച പൗലോസ്ലീഹായ്ക്ക് വല്ലോ നഷ്ടമുണ്ടായോ? നഷ്ടമുണ്ടായത് ദൈവഹിതത്തിനെതിരെ പ്രവർത്തിച്ചവർക്കാ നഷ്ടമുണ്ടായേ. ദൈവത്തിൽ വിശ്വാസമില്ലാതെ എടുത്ത് ചാടിയവർക്കാ ഇവിടെ നഷ്ടമുണ്ടായേ. നഷ്ടമുണ്ടായവരുടെ പല ജീവിതങ്ങൾ നോക്കിക്കേ. വിശ്വാസമില്ലാതെ നടത്തിയ ചില എടുത്തു ചാട്ടങ്ങളാ നഷ്ടങ്ങളിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് പലരെയും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് നോക്കി, പൗലോസ്ലീഹായുടേതല്ല ചരക്കുകളിൽ ഒന്നും, പൗലോസ്ലീഹായുടേതല്ല ഈ കപ്പൽ. പൗലോസ്ലീഹായ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം കൊടുത്തവനാ പൗലോസ്ലീഹ. പൗലോസ്ലീഹായ്ക്ക് ഒന്നും നഷ്ടപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് ഒരു ആത്മീയ ദൂത് പറയാം, വിശ്വസിച്ച് ദൈവത്തിന് ജീവിതം കൊടുത്തവർക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ സർവശക്തൻ സമ്മതിക്കില്ല. അതാണ് വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയാ. പൗലോസ്ലീഹായ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവത്തിൽ ആശ്രയിക്കാത്ത കുറെ പേർക്ക് കുറെ നഷ്ടമുണ്ടായി. ആരാ പേടിച്ചത് ഇവിടെ? ഈ യാത്രയിൽ പൗലോസ്ലീഹയാണോ പേടിച്ചത്, അതോ കൂടെ ഉണ്ടായിരുന്നവർ? ബൈബിൾ വീട്ടിൽ പോയി ഒന്ന് ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാകും, പൗലോസ്ലീഹ പേടിച്ചിട്ടേ ഇല്ല. കൂടെ ഉണ്ടായിരുന്നവർ ജീവിതം അപകടത്തിലാകുമെന്ന് വല്ലാണ്ട് പേടിച്ചപ്പോഴാണ് ഈ പ്രവൃത്തി ചെയ്തേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന പൗലോസ്ലീഹ പേടിച്ചിട്ടില്ല. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എത്ര വലിയ കൊടുങ്കാറ്റാഞ്ഞടിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പൊ കപ്പൽ മുങ്ങും, ആൾ അപകടത്തിൽപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഒന്നും സംഭവിക്കില്ല. വിശ്വസിക്കുന്നവൻ ഒരു കാലത്തും ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത വാക്കാണ് ഇത്. കപ്പൽ യാത്രയുടെ മാത്രം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായത്. ഇത് കപ്പൽ യാത്രയുടെ കാര്യമായിട്ട് എനിക്ക് വായിക്കുമ്പോൾ തോന്നുന്നില്ല. ഇത് ഇന്ന് നമ്മൾ 2019 ജീവിച്ച് 2020 പ്രവേശിച്ച് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളായത് മുഴുവൻ. കൊടുങ്കാറ്റ്, ആകെ നഷ്ടം, ആകെ ഭയം, പേടി. എങ്ങനെ ഇനി അടുത്തൊരു വചനം ശ്രദ്ധിച്ചേ, 18-ാമത്തെ വാക്യം. ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന എല്ലാവരും ഹൃദയത്തിൽ ഇത് ഏറ്റെടുക്കണം. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ടു, കപ്പലാടി ഉലഞ്ഞു. 19-ാമത്തെ വാക്യം. 3-ാമത്തെ ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായകളും വലിച്ചെറിഞ്ഞു. സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടില്ല, കൊടുങ്കാറ്റാഞ്ഞടിച്ചു കൊണ്ടിരുന്നതിനാൽ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, രക്ഷപ്പെടാമെന്നുള്ള ആശ തന്നെ ഞങ്ങൾ കൈവെടിഞ്ഞു. ഒരു ഭയങ്കര എല്ലാ വഴികളും അടഞ്ഞതായിട്ട് അവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് വചനം 19-ാമത്തെ വാക്യം അവസാനിക്കുന്നത്. അങ്ങനെയാണ്. ഒന്നും കൂടെ കേട്ട്, രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷ തന്നെ അവസാനിച്ചു. അങ്ങനെ എത്രയോ പേര്, ചിലരെങ്കിലും ഈ മൈതാനത്ത് ഏതൊക്കെയോ കസേരകളിൽ ഇരിപ്പുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വാക്കാണിത്. എല്ലാ വഴികളും അടഞ്ഞു. പൗലോസ്ലീഹ എന്നാ പറഞ്ഞെന്നറിയാമോ? എല്ലാ വഴി അടഞ്ഞു, ഇനി എടുത്ത് ചാടിക്കോളാനല്ല പറഞ്ഞേ. പൗലോസ്ലീഹ പ്രാർത്ഥിച്ചൊരു കാര്യം പറഞ്ഞു, ദൈവം കൈവിടില്ല എന്ന്. രക്ഷപ്പെടാമെന്ന ആശ തന്നെ കൈവെടിഞ്ഞ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവർ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ഇത് അവർക്ക് തോന്നിയതാ, രക്ഷപ്പെടാൻ ഇനി പറ്റില്ലെന്ന്. ഒന്ന് കേട്ടെ, സാമ്പത്തികമായി നഷ്ടം വന്ന് കടം കയറി അതിൻ്റെ ഏറ്റവും അത്യുച്ചയിലെത്തിയപ്പം ഒരാൾ പറഞ്ഞു, ഇനി രക്ഷപ്പെടാമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലെന്ന്.
രോഗം വന്ന് ശരീരം രോഗം കൊണ്ട് ഒരു മരുന്ന് കഴിക്കുമ്പോൾ വേറൊരു മരുന്ന് കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്ന് ശരീരം തളർന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എനിക്കിനി മരണം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും? ഇനി ഏത് വഴിയിലൂടെ ഞാൻ നീങ്ങണം? ഇതാണ് ഈ വചനം ഇവിടം വരെ. പറഞ്ഞു ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിച്ചേ, ഇവിടം കൊണ്ട് ബൈബിൾ അവസാനിച്ച് റോമാലേഖനം തുടങ്ങുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേടിക്കണമായിരുന്നു. ബൈബിൾ അവിടെ നിർത്തിയിട്ട് ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ട് അടുത്ത സെന്റൻസ് തുടങ്ങുക. 21-ാമത്തെ വചനം, അത് ലെവൽ വേറെയാണ്. 21-ാമത്തെ വചനം വഴി അടഞ്ഞു എന്ന് നിർത്തുവല്ല, ഇനി ദൈവം വഴി തുറക്കുകയാണ് അവർക്ക്. അടുത്ത വചന ശ്രദ്ധയോടെ കേൾക്കണം. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ പൗലോസ്ലീഹ എന്നാ ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നാ ഇത് പറയുന്നേ. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ പൗലോസ്ലീഹ ആ ദിവസം ആ കപ്പലിൽ മാറിയിരുന്ന് ഈ സമയം, ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ഇതാണ് ഒന്നാമത്തെ വഴി തുറക്കാൻ ചെയ്യേണ്ടത്. പറഞ്ഞു ഹല്ലേലൂയ. എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പൗലോസ്ലീഹ കണ്ടൊരു കാര്യമാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് 23-ാമത്തെ വചനം പറയാണ്, ഞാൻ ആരാധിക്കുന്നവനായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ഈ കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന്. എവിടെ പ്രത്യക്ഷപ്പെട്ടു? വഴി അടഞ്ഞു, എല്ലാ വഴി അടഞ്ഞു, രക്ഷപ്പെടാമെന്ന ആശ തന്നെ തീർത്തു. ഇനി മുന്നോട്ടൊന്നും പോകാൻ ഇനി വഴി അടഞ്ഞു എന്ന് ഇനി പറ്റില്ലെന്ന് ചിന്തിച്ച സ്ഥലത്ത് എന്തു വന്നു? ഇപ്പം ദൈവത്തിൻ്റെ ദൂതൻ അവിടെ വന്നു. എന്തുകൊണ്ട്? വിശ്വാസമുള്ള ഒരു പൗലോസ് അതിനകത്തുള്ളായിരുന്നത് കൊണ്ട്. പറഞ്ഞു ഹല്ലേലൂയ. എന്തിനാ ഭയപ്പെട്ടിരിക്കുന്നേ? വിശ്വാസമുള്ള ഒരു 100 പേര് ഇതിനകത്തുണ്ടെങ്കിൽ ഒരു വഴിയും അടയില്ല. എൻ്റെ കുടുംബത്തിൽ 4 പേരുണ്ട്, 3 പേർക്കും വിശ്വാസം ഇല്ല. അതിൽ ഒരാൾ മാത്രമേ വിശ്വാസത്തിലുള്ളൂ. എന്നാൽ പോലും പേടിക്കേണ്ട, നിങ്ങൾ ഒരാളും മതി. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം പുതിയ വാതിലുകളെ തുറക്കാൻ. പാട്ടുകാരൻ പാടിയത് വെറുതെ അല്ല, വഴി തുറക്കൂന്ന്. അത് പാടാൻ വേണ്ടി പാടിയതുമല്ല. അവൻ വഴി തുറക്കും എന്ന് പറഞ്ഞാൽ തുറക്കുക തന്നെ ചെയ്യും. ഒന്നുറക്കെ പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി, കരമുയർത്തി എന്ന് പറയാമോ ഹല്ലേലൂയ? ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ശ്രദ്ധിച്ചിത് ഇതുണ്ടല്ലോ, ഇത് എങ്ങനെ വായിക്കണം? ഇത് ആകെ കുറച്ച് 27-ാം അധ്യായത്തിന് 44 വചനമുള്ളൂ. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഒരു 3-4 മണിക്കൂർ എടുത്ത് വായിക്കാവുള്ളൂ. ഒരു 3-4 മണിക്കൂർ എടുത്ത് ഓരോ ഫുൾ സ്റ്റോപ്പിൻ്റെ അവിടെ നിർത്തണം. എന്നിട്ട് പേന കയ്യിൽ പിടിച്ച് വരയ്ക്കണം. കാരണം ഈ വചനത്തിലൂടെ ദൈവം കുറേ കാര്യങ്ങൾ നമ്മളോട് പറയും. പ്രതിസന്ധി വരുമ്പോൾ എന്നാ ചെയ്യണ്ടേ? രോഗം വരുമ്പോൾ എന്നാ ചെയ്യണ്ടേ? 4 വഴിക്ക് ഓടണോ? വല്ല സാധനങ്ങളൊക്കെ എടുത്ത് കടലിലേക്ക് എറിയുവാണോ ചെയ്യേണ്ടത്? എല്ലാ പ്രതീക്ഷയും പോയി എന്നും പറഞ്ഞ് കരയുവാണോ ചെയ്യേണ്ടത്? അതോ പ്രാർത്ഥിക്കുവാണോ ചെയ്യേണ്ടതെന്ന് വചനം പറയും. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുറേ പേരൊക്കെ എന്നാ ചെയ്യുന്നറിയോ? ചുമ്മാ പിറുപിറുക്കും, ശപിക്കും, എൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറയും. പൗലോസ്ലീഹ അന്നേരം ചെയ്തത് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിലൊരു കാര്യം പറയട്ടെ. ഇനിയും ജീവിതത്തിൽ ചില പ്രതിസന്ധികളും കൊടുങ്കാറ്റും വരുമ്പം ഇതുപോലെ പൗലോസിനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു 100-1000 പൗലോസ്ലീഹായെ കാഞ്ഞൂർ ദേശത്ത് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ എന്നാണ്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞു ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ അതങ്ങ് ഏറ്റെടുക്കണം. ഇനി പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ഭയങ്കര ഞാനിങ്ങനെ ഒരു കാര്യം കാണുകയാണ്. ഇവർ ചരക്കുകളെല്ലാം എടുത്തപ്പം ദൂതൻ വന്നില്ല. ഇവർ കിടന്ന് ജീവിതം മുഴുവൻ വഴി അടഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ വന്നില്ല. ദൈവം എപ്പോഴാ ദൂതനെ അയച്ചത്? പ്രതിസന്ധിയിൽ കാറിയപ്പോഴല്ല, പ്രതിസന്ധിയിൽ ഒച്ച വച്ചപ്പോഴല്ല, നിരാശപ്പെട്ടപ്പോഴല്ല, എല്ലാ സാധനങ്ങളും എടുത്ത് കടലിലേക്ക് എറിഞ്ഞപ്പോഴല്ല. പൗലോസ്ലീഹ പ്രാർത്ഥിച്ചപ്പം. പ്രതിസന്ധിയിൽ ഇരിക്കുന്ന കുറേ പേര് ഈ വചനം കേൾക്കാനുണ്ട്. ചില പ്രതിസന്ധികളൊക്കെ ആ ദൈവവചനം കേൾക്കാൻ വേണ്ടി നമ്മളെ ഇവിടെ കൊണ്ട് എത്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എല്ലാ സുഖ സൗകര്യങ്ങളുടെയും മുകളിലായിരുന്നെങ്കിൽ നമ്മളിതൊന്നും വില കൊടുക്കത്തില്ലായിരുന്നു. പ്രതിസന്ധികൾ നല്ലതിനാ. ബൈബിളിൽ ഒരു വചനമുണ്ട്,
ദുരിതങ്ങൾ എനിക്ക് വലിയ ഉപകാരമായി എന്ന്. എന്തുകൊണ്ട്? അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ചു എന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ, അടുത്ത വചനം ശ്രദ്ധിക്കണം. പൗലോസ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ എവിടെ ഇറങ്ങി? കൊടുങ്കാറ്റുള്ള, തിരമാലകൾ ആഞ്ഞടിക്കുന്ന, ഭയങ്കര പ്രതിസന്ധിയിൽ ഇവർ സഞ്ചരിക്കുന്ന വള്ളം ആടി ഉലയുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങിയെങ്കിൽ ഈ ദൈവവചനത്തിന് മാറ്റമില്ല. ഈ ദൈവവചനം ഇന്ന് വരെ ഇത് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യത്തിലും വേറെ പല പുസ്തകങ്ങളും പോലെ ഒരു വ്യത്യാസം, പല പുസ്തകങ്ങൾക്കും വ്യത്യാസം വന്ന് വായിച്ചു മടുത്തു. ഈ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന വചനമാണ്. ഈ വചനം പറയുകയാണ്, ഞാൻ എൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ ദൈവത്തെ വിളിച്ചാൽ ഇതുപോലെ മരണത്തിൻ്റെ മുമ്പിലും ദൈവം എന്തു ചെയ്യും? ദൈവം തൻ്റെ ദൂതനെ നമുക്കായി അയക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ദൈവം തൻ്റെ ദൂതനെ അയച്ച സംഭവങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കേട്ടോ, പഴയ നിയമത്തിലെ യാക്കോബ് ഒന്നുമില്ലാതെ ഇറങ്ങി നടന്ന് പ്രതീക്ഷയും പോയി ഓടി ഒളിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു കല്ലെടുത്ത് തലയണയാക്കി വച്ചിട്ട് ഈ മനുഷ്യൻ വിഷമത്തോടെ തല കല്ലേ വെച്ച് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗം തുറന്ന് അതിൽ ഒരു കോവണി, നിലത്ത് വര മുട്ടുന്നൊരു കോവണി. സ്വർഗത്തിലെ ദൈവം ദൂതന്മാരെ അയച്ച് ഈ കോവണി വഴി ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന കണ്ട് എല്ലാ വഴികളും അടഞ്ഞ യാക്കോബിന്റെ മേൽ ദൈവം ദൂതനെ അയച്ചു. ഇന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പറയട്ടെ, ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്കായി അയക്കുന്നൊരു ദിവസമാണിന്ന്. അടുത്ത വചനം കേട്ടെ. പത്രോസ്ലീഹ ജയിലിൽ കിടക്കുന്നൊരു സംഭവമുണ്ട്. യാക്കോബിനെ കൊന്നു. നേരം വെളുക്കുമ്പോൾ പത്രോസിനെയും കൊല്ലും, ഉറപ്പായിട്ട് കൊല്ലും. പത്രോസ്ലീഹായ്ക്ക് വേണ്ടി മറിയം എന്നൊരാളുടെ വീട്ടിൽ സഭ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിലെ ദൈവം ആ വഴി മരണം മുന്നിൽ കണ്ട പത്രോസ് കിടന്ന ജയിലിൻ്റെ അകത്ത് ദൈവം ദൂതനെ അയച്ചു. ദൂതൻ അവിടെ ഇറങ്ങിച്ചെന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകത എന്നാണെന്നറിയാമോ? ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലം സേഫാ പോലും ആയിരിക്കത്തില്ല. മരണം മുന്നിൽ കണ്ട് എല്ലാ വഴികളും അടഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന ഉയരുമ്പം ദൈവം ഒരു വഴി തുറക്കാൻ ഒരു ദൂതനെ നമുക്കായി അയക്കുന്നത്. ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തൊരു, ഇതിനകത്ത് ഭയങ്കര അനുഭവമുള്ളൊരു വാക്കുണ്ട്. ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത പൗലോസ്ലീഹായെ ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കൊടുങ്കാറ്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് പേടിപ്പിക്കാൻ പറ്റി. ദൈവത്തിൽ ആശ്രയിക്കുന്ന, അകത്തും പുറത്തും പല ഭാഗത്തും ഇരിക്കുന്ന എല്ലാവരും കേട്ടു, ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത് കാലെടുത്ത് വെച്ച് ഇറങ്ങിയിരിക്കുന്നവരാണെങ്കിലും കൊടുങ്കാറ്റൊക്കെ വരും, തിരമാലയും വരും, ആടി ഉലയും, ചിലപ്പോൾ അറിയാവുന്ന കാര്യമൊക്കെ പോവും. പക്ഷെ കൊടുങ്കാറ്റിന് പോലും തകർക്കാനോ തൊടാനോ പോലും പറ്റില്ല. വചനം വായിച്ചു നോക്ക്. ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത പൗലോസ്ലീഹായെ കൊടുങ്കാറ്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു കൊടുങ്കാറ്റ് വീശിയാൽ അവിടെയുള്ള വലിയ കെട്ടിടങ്ങൾ വരെ താഴെ പോകും, വലിയ മരങ്ങൾ വരെ ദൂരദേശത്ത് തെറിച്ചു പോകും. ഇത്രയും നീളമുള്ള ഈ കപ്പലിനെ തൊടാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, പൗലോസ്ലീഹായെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എല്ലാവരും കേൾക്കണം. ഇനി കുറച്ചു ദൂരം കഴിഞ്ഞ് പൗലോസ്ലീഹ പറയുവാണ്, വിശ്വാസത്തിൻ്റെ പൗലോസ്ലീഹ ഒരു വാക്ക് പറയാണ്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഒരാപത്തും വരുത്തില്ലെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന്. ആ വാക്ക് ഏറ്റെടുക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്ന വാക്കാ. ദൈവത്തിൽ വിശ്വസിക്കുന്നവനൊരു പോറൽ പോലും സംഭവിക്കാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. ഈ വചനം ഞാൻ ശ്രദ്ധയോടെ പതുക്കെ പറയാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പൗലോസ്ലീഹ പറയുക, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന്. എവിടെ? കൊടുങ്കാറ്റ്, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മരണം മുന്നിൽ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പൗലോസ്ലീഹ ഉറക്കെ പറയുവാണ്, ഞാൻ
എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന്. നമ്മൾ എത്ര പേര് പറയൂ അത്? പലരും വിശ്വാസം, ഇനി ഞാൻ വിശ്വാസം മാറുവാന്ന് പറയും. വിശ്വസിച്ചിട്ട് എനിക്കൊരു മണ്ണാങ്കട്ടയും കിട്ടിയില്ലെന്ന് പറയും. പൗലോസ്ലീഹ കൊടുങ്കാറ്റടിക്കുമ്പോഴും പറയുക, വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്നല്ല പറഞ്ഞ്, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന്. ഇത് പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം ഭയങ്കര അനുഗ്രഹമുള്ളതാണ്. വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് ഈ കപ്പലിൽ ഉണ്ടായിരുന്നവർ വെള്ളത്തിൻ്റെ ആഴം, കടലിൻ്റെ ആഴം അളക്കാൻ തുടങ്ങുവാണ്. അളന്നു നോക്കുക, ഇത് തീരെ എത്തിയോന്ന്. അളന്നു നോക്കുമ്പോൾ കണ്ടത് ഇങ്ങനെയാണ്: അവർ ഓരോ ദിവസം അളക്കുമ്പോഴും അതിൻ്റെ അളവിൽ വ്യത്യാസം വന്നിരുന്നു. അതായത് ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളുടെ ആഴം കുറയും. ഹല്ലേലൂയ. ശരിയാണോ? വിശ്വസിച്ച് മുന്നിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ കടലോളം ആഴമുള്ള പ്രശ്നമുണ്ടെങ്കിലും വിശ്വാസത്തോടെ നീങ്ങുമ്പോൾ അതിൻ്റെ ആഴം കുറഞ്ഞു കുറഞ്ഞു വരും. ഇനി കുറച്ച് ദൂരം ചെന്നപ്പം ഈ കപ്പൽ ഇടിച്ച് കപ്പൽ തകർന്നു പോയി. കപ്പൽ തകർന്നു പോയി. അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞായിരുന്നു ആർക്കും ഒന്നും വരികയില്ലെന്ന്. ഇനി ഈ പോയവരൊക്കെ എങ്ങനെ അക്കരെ എത്തിയെന്ന് എഴുതിയിരിക്കുന്നത് ഭയങ്കര അനുഗ്രഹമുള്ളൊരു വാക്ക് എഴുതിയിരിക്കുകയാണ്. മറ്റുള്ളവർ ഈ ഇടിച്ച കപ്പലിന്റെ പലകയെ പിടിച്ചു. ശ്രദ്ധിക്കണം, പോയത് കപ്പലിലാണ്. പക്ഷെ കരയ്ക്കെത്തുന്നതിന് മുമ്പ് കപ്പൽ ഇടിച്ച് കപ്പൽ തകർന്നപ്പം ഈ കപ്പലിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി പിടിച്ചതെന്നറിയോ? ഈ കപ്പൽ ഇടിച്ചപ്പോൾ പൊളിഞ്ഞു വീണ പലക. എന്നിട്ട് പലകകളിൽ പിടിച്ച്, ഇനി ചില പലക കഷ്ണങ്ങൾ പൊട്ടിപ്പോയി, അതിൻ്റെ കഷ്ണങ്ങളിലും പിടിച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ എല്ലാവരും കരയിലെത്തി. എന്തിലൊക്കെ പിടിച്ച്? ഒരു പലക, കുറെ പേര് ഒടിഞ്ഞു പോയ പലക കഷ്ണം. ഏതിൻ്റെ പലക കഷ്ണം? ഈ കപ്പലിൻ്റെ. അപ്പൊ ദൈവത്തിന്, ശ്രദ്ധിച്ചു കേട്ടെ, ദൈവത്തിന്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ എന്തൊക്കെ മതി? ഒരു പലകയും മതി, ഒരു പലക കഷ്ണവും മതിയോ? ഇവിടെ അതിനേക്കാൾ വലിയ സംവിധാനം ഉണ്ടായിട്ട് എവിടെ എത്തിയിട്ടില്ല. പലരും എത്തൂന്ന് വിചാരിച്ചു. ശ്രദ്ധിച്ചേ, ഈ യാത്രയിൽ എത്താൻ വേണ്ടി ദൈവം അവരെ എത്തിച്ചത് കപ്പലിൽ എത്തിച്ചു എന്നല്ല. കപ്പൽ എത്തുന്നതിന് മുമ്പ് ഇടിച്ച് തകർന്ന് കപ്പലിന്റെ പലക തെറിച്ചു പോയി. ഇടിച്ച ഇടിയുടെ ആഘാതം കൊണ്ട് കപ്പലിന്റെ ചില പലകൾ പൊട്ടിപ്പോയി. നമ്മളോട് ആരാ പറഞ്ഞ് ദൈവത്തിന് ഒരു സ്ഥലത്തെത്തിക്കാൻ ഇന്ന കാര്യങ്ങൾ വേണമെന്ന്? ദൈവത്തിന് എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ പലക വേണ്ട, ഒരു പലക കഷ്ണം വരെ മതി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ പേരാണ് വിശ്വാസം. ഇതിന്റെ പേരാ വിശ്വാസം. എത്രയോ പേര് എന്തൊക്കെ കാര്യങ്ങൾ തലകുത്തി നിന്ന് ചെയ്തു, എന്നിട്ട് അവരൊന്നും എവിടെ എത്തിയിട്ടില്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞു അവൻ വലിയ നിലയിൽ എത്തുമെന്ന് പറഞ്ഞ പലരും എവിടെ എത്തിച്ച പകുതിക്ക് എത്തിയിട്ടേ ഉള്ളൂ. പുറകിൽ കിടന്ന് പലരും ദൈവത്തിൽ ആശ്രയിച്ച് അതിനേക്കാൾ ഒരുപാട് 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 മുന്നിലെത്തി. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു വാക്കായി വായിച്ചേ. പൗലോസ്ലീഹ പറഞ്ഞായിരുന്നു ഒരു വാക്ക് കേട്ടെ. 27-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനമാണ്. പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്ക്: കൊടുങ്കാറ്റുണ്ടായി, തിരമാല ആഞ്ഞടിച്ചു, പ്രശ്നങ്ങൾ രൂക്ഷമായി, എല്ലാ പ്രതീക്ഷയും പോയപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് എന്നാണെന്നറിയോ? നിങ്ങളുടെ ഒരാളുടെ തലമുടിനാര് പോലും നശിക്കില്ലെന്ന് എനിക്കറിയാന്ന്. കൊടുങ്കാറ്റ് വന്ന് വീശി കപ്പലിടന്ന് മറിയുമ്പം പൗലോസ്ലീഹ പറയുക, നിങ്ങളുടെ തലമുടിയുടെ പോലും ഒന്നും പറ്റിയില്ല, തലമുടിനാരിന് പോലും പറ്റില്ലെന്ന്. ഇതിന്റെ പേരാണ് വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും വിശ്വാസം ഉള്ളവരൊക്കെ കുറവാ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടുന്ന വിശ്വാസികളേ ഉള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ എഴുന്നേറ്റെന്ന് പറയുന്ന എത്ര പേരുണ്ട്? പ്രശ്നങ്ങൾ കഴുത്തോളം എത്തുമ്പോൾ എല്ലാവരും ഓടും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനങ്ങളെ പോലെയാ പലരും പിറുപിറുക്കും. ഇതാ എല്ലാ വഴി അടഞ്ഞു എന്ന് പറയും. ഇനി ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഏത് വഴിയാ തുറന്നു കൊടുത്തത്? വെള്ളത്തിന്റെ അടിയിൽ കിടന്നൊരു വഴി. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത റൂട്ടാണ് ദൈവം സെലക്ട് ചെയ്തത്. എല്ലാ വഴികളും ഗൂഗിൾ മാപ്പിൽ ഓക്കെയാണ്. ഇങ്ങോട്ട് വരണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയാൽ മതി. വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഒരു വഴി. ഇതാരെ കണ്ടിട്ടുള്ളൂ? ഇസ്രായേൽ ജനങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ഈ വഴി?
ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു വഴി ദൈവം ആർക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. വിശ്വാസമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ, ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. കുറേ പേരുണ്ട്, ഇത്ര ആൾക്കാരുണ്ട്, ആരാന്ന് മനസ്സിലായില്ല. എന്തായാലും 178 പേരുണ്ട്, 2 പേര് കുറഞ്ഞു. ശ്രദ്ധിച്ച്, ചെങ്കടലിൽ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നൊരു വഴിയാണ് ദൈവം സെലക്ട് ചെയ്ത്. ദൈവത്തിന് വേണേ ഇവരെല്ലാം കൂടെ വെള്ളത്തിന് മുകളിൽ കൂടെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ വെള്ളത്തിൻ്റെ അടിയിലുള്ളൊരു വഴി. നിങ്ങൾ ഓർത്ത്, ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ദൈവം വഴി. നമ്മളെല്ലാ വഴി അടഞ്ഞെന്നും പറഞ്ഞിരിക്കുക, അടഞ്ഞിട്ടില്ല. എൻ്റെ തലമുടി നാരിന് പോലും കേടുവരാൻ ദൈവം സമ്മതിക്കില്ല. ഇത് വിശ്വാസമാണ് കേട്ടോ, ഇതിൻ്റെ പേരാ വിശ്വാസം. ഇനി അടുത്ത ഭാഗം 28-ാമത്തെ വചനം. പൗലോസ്ലീഹ മാൾട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ കുറെ വിറകുങ്കമ്പുകളൊക്കെ ഇട്ട് തീ കത്തിച്ചാണ് സ്വീകരിച്ചത്. അപ്പൊ പൗലോസ്ലീഹ ഒരു കാര്യം ചെയ്തു, ഒരു ഉപകാരം എന്ന രീതിയിൽ അവിടെ കിടന്നൊരു വിറകെടുത്ത് ഇതിനോട് ചേർത്ത് തീക്കാത്തോട്ട് ഇടാൻ നോക്കിയപ്പം, അവിടെ ചെയ്തപ്പം ഈ വിറകിൻ്റെ അടിയിലിരുന്ന, ഈ തണുപ്പിനകത്തിരുന്ന ഈ അണലിപ്പാമ്പ് പെട്ടെന്ന് പൗലോസ്ലീഹയുടെ കയ്യിലോട്ട് ചുറ്റി. വിഷമുള്ളൊരു പാമ്പാണ് അണലിപ്പാമ്പ്. പൗലോസ്ലീഹയുടെ കയ്യിൽ പാമ്പ് ചുറ്റിയപ്പം കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിയിട്ട് പറഞ്ഞു, ഇവൻ ഏതാണ്ടോ പിശാച് പിടിച്ചൊരു മനുഷ്യൻ, അതാ പാമ്പ് ഇവൻ്റെ കയ്യെ ചുറ്റിയെന്ന് പറഞ്ഞു ഓടി. അണലിപ്പാമ്പ് കടിച്ചിട്ട് കയ്യെ ചുറ്റിയപ്പം എല്ലാവരും അപ്പുറത്തിരുന്ന് പറഞ്ഞു, അവൻ വലിയ താമസവും ഇല്ലാണ്ട് മരിക്കും, അണലിപ്പാമ്പ് ആ കയ്യെ ചുറ്റിയെന്ന് പറഞ്ഞു. ഇനി അടുത്തത്, വിശ്വസിക്കുന്ന വിശ്വാസമുള്ള പൗലോസ്ലീഹ ഇങ്ങനെയാണ് കാണിച്ച്, കയ്യിൽ ചുറ്റിയ അണലിപ്പാമ്പിനെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, അവൻ കൊടഞ്ഞ് തീക്കാത്തോട്ടിട്ടു. കൊടയുന്നത് എങ്ങനെയാ? നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്, നമ്മൾ ഭക്ഷണം കഴിച്ച് വെള്ളം കുടഞ്ഞു കളയുന്ന ഇത്രേ ഉള്ളൂ. എല്ലാവരും പേടിച്ചോടി. അണലിപ്പാമ്പ് കയ്യെ ചുറ്റിച്ചല്ലേ. അണലിപ്പാമ്പ് എന്നാ കുടഞ്ഞാൽ പോവോ? കുടഞ്ഞാൽ പോകുന്നൊരു പൊടിയാണോ കയ്യെ പറ്റിയത്? പാമ്പ് ചുറ്റിതാ, പാമ്പാ കയ്യെ ചുറ്റിയത്. അതെങ്ങനെയാ കുടഞ്ഞു പോകുന്നേ, കുടഞ്ഞാൽ പോകുന്നേ? ഇത് നമുക്കൊരു പാഠമാ. ഈ പാഠം പറയട്ടെ, ചില പ്രശ്നങ്ങൾ നമ്മുടെ കയ്യേലല്ല, നമ്മുടെ ജീവിതത്തെ മൊത്തം ഇതുപോലെ അങ്ങ് പാമ്പ് ചുറ്റുന്ന റൗണ്ടായിട്ട് അങ്ങ് ചുറ്റുന്നേ. പെട്ടെന്ന് ഇതുപോലെ പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങനെ ചുറ്റും. വിശ്വസിക്കാത്തവൻ അതിനകത്തിരുന്ന് ഞെരുങ്ങും. ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആ വ്യക്തിയെ ചുറ്റിപ്പിണഞ്ഞ പ്രശ്നങ്ങളെ കൊടഞ്ഞു കളയും. അങ്ങനെ പലർക്കും കഴിവില്ല. പ്രശ്നം വരുമ്പോൾ ആകെ കുഞ്ഞിക്കൂടി പോകുന്നവരാ പലരും. പൗലോസ്ലീഹ 28-ാം അധ്യായം ഓർത്തു നോക്കൂ. ഈ കൊടഞ്ഞു കളഞ്ഞ് ഈ പാമ്പിനെ തീക്കാത്തൊട്ടിട്ടപ്പോൾ ഓടി വന്നിട്ട് എല്ലാവരും പറഞ്ഞു, ഇവൻ ഏതോ ദേവനാണെന്ന് പറഞ്ഞു. മുമ്പേ കുറ്റം പറഞ്ഞവർ ഇപ്പം നേരെ തിരിച്ചു പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇത് വിശ്വാസം, ഇതാണ് വിശ്വാസം. വിശ്വസിക്കുന്നവൻ അവനെ ചുറ്റിയിരിക്കുന്ന ഏത് പ്രശ്നത്തെയും വലിച്ചു പറിച്ച് കളയുന്നല്ല, കൊടഞ്ഞു കളയും. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയോ? നമുക്കൊരു ഒരിക്കലും 2019 തൊട്ട് 2050 വരെ പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് മൈക്കിലൂടെ പറയാനല്ല. പ്രശ്നങ്ങൾ വന്ന് നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ മുഴുവൻ വട്ടവിട്ട് അങ്ങോട്ട് പിണഞ്ഞാലും ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, തലമുടിനാരിന് പോലും ഒരു കേട് വരുത്തുകയില്ല. ആ പ്രശ്നത്തെ ഞാൻ കൊടഞ്ഞു കളയുകയും ചെയ്യും. ഇതിൻ്റെ പേരാണ് വിശ്വാസം. ഒരു കരമുയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഞാൻ ദൈവവചനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, വിശ്വാസത്തിൻ്റെ പ്രത്യേകതയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ ശക്തി എന്നാണെന്ന്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് വിശ്വാസം. ഒന്ന് കേട്ടെ, ഇങ്ങനെയാണ് 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്നോട് നിങ്ങളോടും പറയുന്ന പോലെ കേട്ടെ. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. എവിടെ ഉറച്ചു നിൽക്കണം? പറ, എവിടെ ഉറച്ചു നിൽക്കണം? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. ഇതാരാ പറഞ്ഞേ? മോശയിലൂടെ ദൈവം പറഞ്ഞ വാക്കാ. 2019 കാഞ്ഞൂർ കൺവെൻഷനിൽ സാധാരണക്കാരനായി ഞാൻ മൈക്കിലൂടെ പറയുന്നതും ഒരുപക്ഷെ ദൈവം ഇത് കേൾക്കാൻ പാകത്തിന് എന്നിലൂടെ പറയിപ്പിക്കുന്നതും ഇതിനു വേണ്ടിയായിരിക്കും. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിന്റെ വാക്കാണ്, ഉറച്ചു നിൽക്കുവിൻ. അതാ ദൈവം നമ്മളോട് പറഞ്ഞേ. ഉറച്ചു നിന്നുള്ള പ്രത്യേകത,
ഇന്ന് കർത്താവ് ചെയ്യുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. 14-ാമത്തെ വാക്യം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഹല്ലേലൂയ. ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വാക്കാണ്. എന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇരുന്നാ മതി. പഴയ നിയമത്തിൽ ജെറീക്കോ പട്ടണം അതിന് ചുറ്റുമതിൽ വീഴാൻ വേണ്ടി ദൈവം കൊടുത്ത രീതി ഏതെന്നറിയോ? വിശ്വാസവും പ്രാർത്ഥനയുള്ളവരെ 5-6 ദിവസം വട്ടം നടത്തി. ഒരാൾ വട്ടം നടന്നാൽ പ്രശ്നം തീരുവോ? വിശ്വാസവും പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ വട്ടം നടന്നാൽ മതി, ആ പ്രതിസന്ധി തടസ്സം മാറും. അവർ കമ്പി കൊണ്ട് കുത്തിപ്പൊട്ടിച്ചു നല്ല എഴുതിയിരിക്കുന്നത്, തന്നെ താഴെ വീണു. വിശ്വസിക്കുന്ന ഒരുവൻ, പ്രാർത്ഥനയുള്ള ഒരുവൻ നടന്നാ തീരുന്ന പ്രശ്നമുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പവർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ശക്തി. നമുക്കാർക്കും വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസത്തിന്റെ ശക്തി ഏതാണെന്നറിയില്ല. വിശ്വാസ ശക്തി എഴുതിയിരിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ട ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇത്ര കറക്റ്റായിട്ട്, ഇത്ര ഡീറ്റെയിൽ ആയിട്ടും ഇത്ര ഉറപ്പിച്ചു അങ്ങ് പറഞ്ഞ്. യുദ്ധം ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇത്രയും ഇത് സാധാരണ ഒരു വാക്ക് പറഞ്ഞ് ഒന്നും കൂടി അത് പറഞ്ഞ് അടുത്ത വിഷയത്തിൽ പോകാമായിരുന്നു. ദൈവം പറഞ്ഞു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഉദാഹരണത്തിന്, ഞാൻ വന്നിരിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. ഞങ്ങൾ ധ്യാനം നടത്തുന്ന സ്ഥലത്ത് ഒരു 150 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ആ 150 പേര് അതിന് തിരിക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതിന് തിരിക്കാൻ. അത്രയും സ്ഥലമുള്ളൂ. അപ്പോൾ അവിടെ ധ്യാനം നടക്കുകയാണ്. 2 വർഷം മുമ്പ് ഓണത്തിൻ്റെ അവധിക്കാണ് കൃത്യം ധ്യാനത്തിൻ്റെ ദിവസം വന്നത്. എല്ലാ മാസത്തിലെ 2-ാമത്തെ ആഴ്ചയിലാണ് ധ്യാനം. അപ്പോൾ അവിടെ ധ്യാനം നടക്കുന്ന സമയം, ഈ ധ്യാനത്തിൻ്റെ സമയത്ത് 2-3 വർഷം മുമ്പ് ഈ ധ്യാനം നടക്കുമ്പം കൃത്യം ബുധനാഴ്ച ദിവസം ഇവിടുന്ന് ആ റോട്ടിൽ പോകുന്ന ദൂരത്തേക്കാൾ ഒരല്പം കൂടിയേ കാണുള്ളൂ, കൽപ്പറ്റ ഊട്ടി ഹൈവേ ആണ്. അതിൻ്റെ താഴെ ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. ഒരു ചെറിയ ഒരു കച്ചവട സ്ഥലങ്ങളൊക്കെ അവിടെ ഉള്ളൂ, ടൗൺ അല്ല അവിടെ. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ വലിയ സ്നേഹവും സഹകരണവും ഉള്ളവരാണ്. അപ്പോൾ അവിടെ ഒരു ആലോചന വരുവാണ്, ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷമാക്കണം. അങ്ങനെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയോടുകൂടെ ഒരു ജീപ്പ് ആ റോട്ടിൽ കൊണ്ടുപോയി നിർത്തി. ആ ജീപ്പിൻ്റെ മുകളിൽ വലിയ സൗണ്ട് സിസ്റ്റം കെട്ടിവെച്ചിട്ട് ചലച്ചിത്രഗാനം ഓണാക്കി വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് നേരെ അവിടെ തിരിച്ച് നേരെ ഇങ്ങോട്ട് തിരിച്ചു വെച്ച് ചലച്ചിത്രഗാനം ഓണാക്കി വലിയ സൗണ്ട് സിസ്റ്റത്തിൽ വെക്കുന്ന പോലെ ഇരിക്കും. അകത്തിരുന്നാൽ വരെ ക്ലിയറായിട്ട് കേൾക്കാം. ധ്യാനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. വേറൊരു സ്ഥലം ഇരിക്കാനില്ല. ഇതെന്ത് ചെയ്യും? ഇവിടെ ക്ലാസ് എടുത്താലും ആ കാര്യങ്ങളെ മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ്, എല്ലാം വലിയ വലിയ പരിപാടി. അപ്പം ഞാൻ എൻ്റെ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യം ഒരാൾ ചെയ്തു. പരിചയം ഉണ്ടായിരുന്ന ഒരാളെ ഫോൺ വിളിച്ച്, അല്പം രാഷ്ട്രീയമായ സ്വാധീനമുള്ള ഒരാളാണ്, അല്പം അദ്ദേഹത്തോട് പറഞ്ഞു, അവരോട് പറയാമോ ആ ബോക്സ് ഒരല്പം തിരിച്ചു വെക്കാൻ പറയാമോ എന്ന് ചോദിച്ചു. ഈ ബോക്സ് ഇരിക്കുന്ന നേരെ ഡയറക്റ്റ് ഇങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ ഒരല്പം ഒന്ന് തിരിച്ചു വെച്ചാൽ ഈ സൗണ്ടിൻ്റെ അളവ് കുറയും. സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞില്ല, ബോക്സ് തിരിക്കാൻ. അപ്പോൾ ഈ പോയ ആൾ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് അതേ വേഗത്തിൽ തിരിച്ചു വന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, പക്ഷേ അവിടെയുള്ള 1-2 പേര് ഇങ്ങനെ പറഞ്ഞു, ബോക്സ് തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോയ ഒരാൾ പറഞ്ഞു, പള്ളിയിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പള്ളിയിൽ പരിപാടി ഉണ്ടെങ്കിലും ഇല്ലേലും ബോക്സ് തിരിക്കാൻ ഒക്കില്ല എന്ന് പറയാൻ പറഞ്ഞു. അവർ ബോക്സ് തിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമം പോലെ തോന്നിയപ്പോൾ ഈ പോയ ആൾ തന്നെ പറയാണ്, അച്ഛൻ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാം. പെട്ടെന്ന് എന്നോട് ആൾ പറയുന്നേ, എന്നോട് യുദ്ധം ചെയ്യാൻ പറയുക. എൻ്റെ ബുദ്ധി ഞാൻ കേൾക്കുകയാണ്, എന്നോട് യുദ്ധം ചെയ്യ്, വിളിച്ചു പറ. അപ്പോൾ അവിടെ നിന്ന് വിളിക്കും. അപ്പോൾ അതിനൊരു ഇടപാട്, ഒരു തീരുമാനം ഉണ്ടാകും. ഞാൻ ഫോൺ എടുത്തത് സത്യമാണ്. ഫോൺ എടുത്ത് കൈ പിടിച്ചപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ടെന്ന്. അപ്പോഴാണ് ഈ വചനം ഓർമ്മ വരുന്നേ, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി, ദൈവം പ്രവർത്തിച്ചോളും. എങ്ങനെ ദൈവം പ്രവർത്തിക്കും? ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു 10 ദിവസത്തേക്ക് ഒരു മഴ പെയ്യുന്ന ഒരു സാന്നിധ്യം പോലും ഇല്ല, ഒരു ചെറിയത് പോലും ഇല്ല, മഴ പെയ്തിട്ടുമില്ല. അങ്ങനെ വിഷമം തോന്നി ഇരുന്നപ്പം
ആളുകളൊക്കെ വന്ന് ധ്യാനം വീണ്ടും ഉച്ചയ്ക്കത്തെ ആ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് ധ്യാനം തുടങ്ങുമ്പം പിന്നീട് സൗണ്ട് ഒന്നും ഞാൻ കേട്ടില്ല, ഒരു ശബ്ദവും കേട്ടില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ചിന്തിച്ചു, എന്താവോ സൗണ്ട് ഒന്നും കേൾക്കാത്തത്, ഇപ്പം കേൾക്കുമായിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്ന റോഡ് ഞാൻ പോയി കണ്ടപ്പോൾ അവിടെ മുഴുവൻ രണ്ട് സൈഡിലും ആളുകൾ, സ്ത്രീകളും കുട്ടികളും വലിയവരും ഒക്കെയുണ്ട്. റോഡ് മുഴുവൻ ചില പൊടികളൊക്കെ ഇട്ട് പലതരത്തിലുള്ള മത്സരങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കും. വലിയൊരു പരിപാടി, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന വരെ, രാത്രിയാകുന്നവരെ പ്രോഗ്രാമാണ്. സംഭവം ഇന്നൊന്നും തീരത്തില്ലാത്ത കാര്യവുമാണ്. ധ്യാനം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാണ്ട് ധ്യാനം തീർന്നു. ആ വെള്ളിയാഴ്ച ദിവസത്തെ ധ്യാനവും കഴിഞ്ഞ് എനിക്കൊരാവശ്യം വന്ന് ഞാൻ വാഹനം ഓടിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ടൗണിൽ ചെന്ന് നിൽക്കുമ്പം അവിടുത്തെ ബേക്കറിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നാരങ്ങാവെള്ളം കുടിക്കുകയാണ്. 1-2 പേര് കുടിക്കുന്നു, നാരങ്ങാവെള്ളം കിട്ടുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളെ, അദ്ദേഹം എന്നെ കണ്ടിട്ട് മിണ്ടാൻ വന്നപ്പം ഞാൻ ചോദിച്ചു, എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. എല്ലാ പാർട്ടിയിലെ ആളുകളും അവിടെയുള്ള ലോക്കൽ നേതാക്കന്മാരെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛൻ അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രശ്നം തീർക്കാൻ കൂടിയതാന്ന് പറഞ്ഞു. ബേക്കറിയിലോ? അല്ല, ഇവിടുന്ന് ഒരു വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ആ ബാങ്കിൻ്റെ മുകളിലെ ഹാളിൽ ചർച്ചയ്ക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ചർച്ച, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ആ വ്യക്തി ഇങ്ങനെ ചിരിച്ചോണ്ട് ചോദിച്ചു, അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ കാലിൻ്റെ ചുവട്ടിലെന്ന പോലെ പ്രശ്നം നടത്തിയിട്ട് അറിഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിഞ്ഞില്ല, എന്നാ പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇച്ചിരി മാറ്റി നിർത്തിയിട്ട് സംഭാഷണം ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓണാഘോഷം അതറിഞ്ഞായിരുന്നു? അറിഞ്ഞു. ആ ഓണാഘോഷത്തിന് എല്ലാ പരിപാടികളും അറേഞ്ച് ചെയ്തു, ഉദ്ഘാടനം വരെ നടന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് വിട്ടപ്പം ആളുകൾ തമ്മിൽ രണ്ടഭിപ്രായം ഉണ്ടായി, വഴക്കുണ്ടായി, അത് അടിയായി. അതൊരാൾ കല്ലെടുത്ത്, റോട്ടിൽ കിടന്നൊരു കല്ലെടുത്ത് വേറൊരു തലക്കിട്ടിടിച്ചു, അവൻ വേറൊരു കല്ലെടുത്ത് അവൻ്റെ തലക്കിട്ടിടിച്ചു. ഇത് വലിയൊരു സീനായി, എല്ലാവരും ഓടി തടിയെടുത്തു. പിന്നീട് ഇത് പാർട്ടി ഏറ്റെടുത്തു. ഇതിൻ്റെ 2ാം സ്റ്റെപ്പ് അടി ബസ് സ്റ്റാൻഡിൽ വെച്ച് പിറ്റേ ദിവസം നടന്നു. ഇനി 3ാം സ്റ്റെപ്പും വലിയ പ്രശ്നമാകാതിരിക്കാൻ ഇതിൻ്റെ നേതാക്കന്മാരെല്ലാം കൂടെ കൂടി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ വന്നതാണ്. എന്തെങ്കിലും തോന്നിയോ നിങ്ങൾക്ക്? എനിക്കും ഒന്നും തോന്നിയില്ല, ആ വ്യക്തിക്കൊന്നും തോന്നിയില്ലായിരിക്കും. ആ വ്യക്തി പോകാൻ നേരത്തെ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം കൂടി ഉണ്ടച്ചോ. അതായത് ചിലർ പറയുന്നുണ്ട്, പള്ളിക്കാരേതാണ്ടോ പ്രാർത്ഥിച്ചിട്ടായി പ്രശ്നം ഉണ്ടായെന്ന്. എന്ത്? അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്താ പറഞ്ഞേ? അല്ല, പള്ളിക്കാരേതാണ്ടോ പ്രാർത്ഥിച്ചിട്ടാന്ന് ചിലർ പറയുന്നുണ്ട്, വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായി. പ്രശ്നം ഉണ്ടായതിലല്ല, പള്ളിക്കാരേതാണ്ടോ പ്രാർത്ഥിച്ചിട്ടാണെന്ന്. അന്നേരം ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ, നമ്മളൊരു നല്ല കാര്യത്തിനാണ് മുന്നിൽ നിൽക്കുന്നെങ്കിൽ, നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി പുറകിലും മുന്നിലും യുദ്ധം ചെയ്തോളും. ഹല്ലേലൂയ. നമ്മൾ യുദ്ധം ചെയ്യാൻ വാളെടുക്കാതിരുന്നാൽ മതി. നമ്മൾ യുദ്ധം ചെയ്യാൻ പോയാൽ ദൈവം യുദ്ധം ചെയ്യില്ല. ഓർത്തോ, എല്ലാവരും നമ്മളോട് പറയും, ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് പറയുന്നറിയോ? നീ ഇങ്ങനെ ചെയ്യ്, നീ അതുപോലെ ചെയ്യ്, ഇന്നയാളോട് വിളിച്ചു പറ. നമ്മൾ പെട്ടെന്ന് എല്ലാവരും നമ്മളോട് വാളെടുക്കാനാണ് പറയുന്നത്, നീ അങ്ങ് യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. ദൈവവചനം പറയുന്നത് നമ്മളോട് വാളെടുക്കാനല്ല, വിശ്വസിക്കുന്ന ഒരാളോട് പറയുന്ന യുദ്ധം ചെയ്യാനല്ല. വചനം നോക്കിക്കേ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ദൈവം ആരാ? ദൈവത്തെ എല്ലാവർക്കും അറിയാം, പക്ഷെ അനേകം ആളുകൾക്ക് അറിയില്ല. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം പ്രവർത്തിക്കും. ഇനി ദൈവം, ഇപ്പം നമ്മൾ കേട്ട ദൈവവിശ്വാസമാണ്. വിശ്വാസം, ദൈവവിശ്വാസത്തിൻ്റെ 2-3 വാക്കുകൾ തമ്മിൽ വളരെ കണക്റ്റഡാണ് വചനം പഠിക്കുമ്പോൾ. ഏതൊക്കെയാണ്? ദൈവവിശ്വാസം, ദൈവഭക്തി, ദൈവഭയം. ഇതെല്ലാം ഒന്നിനോട് ചേർന്ന് കണക്ട് ചെയ്ത വാക്കുകളാണ്. വിശ്വാസം, ദൈവഭക്തി, ദൈവഭയം. പ്രഭാഷകന്റെ പുസ്തകം 27:3 ഒരു നല്ല പ്രവചന ദൂതുള്ള ഒരു വചനമാണ്. ഒന്ന് കേട്ടെ. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഒന്നും എൻ്റെ വാക്ക് അതിനകത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന വാക്കാണ്.
എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ടില്ല? നല്ല എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ കുടുംബം തകരും, സാമ്പത്തികമില്ലെങ്കിൽ വീട് തകരും എന്നൊന്നും എഴുതിയിട്ടില്ല. എങ്ങനെ എഴുതിയിരിക്കുകയാണ്? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, ആരുടെയെങ്കിലും കുടുംബജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ അത് സമ്പത്തില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ദൈവഭക്തിയിൽ ദൃഢതയില്ല, ദൈവഭക്തിയിൽ തീക്ഷ്ണതയില്ലാത്തവന്റെ ഭവനം അതിവേഗം പോയേ. വിവാഹം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു, ഇപ്പോൾ കേസ് കോടതിയിൽ നടക്കുകയാണ്, പോലീസ് സ്റ്റേഷൻ കയറി നടക്കുകയാണ്, വക്കീൽ ഇഷ്ടം പോലെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു, കുടുംബബന്ധം ശിഥിലമായി. ജീവിതം പരിശോധിച്ച് നോക്കിയോ, അവർക്ക് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലായിരുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും വേണം, പിന്നെന്ത് വേണം? തീക്ഷ്ണതയും വേണം. ഇത് രണ്ടും വേണം. നമുക്ക് ബാക്കി എല്ലാ കാര്യത്തിലും ദൃഢതയുണ്ട്, തീക്ഷ്ണതയുണ്ട്. പുറംകാല് കൊണ്ട് അടിച്ച് കളഞ്ഞിരിക്കുന്ന 2 കാര്യമാണ്. ദൈവഭക്തിയിൽ ദൃഢതയില്ല, തീക്ഷ്ണതയില്ല. ഇന്ന് ഇവിടുത്തെ കാര്യമൊന്നുമല്ല കേട്ടോ പറയുന്നത്, ഇവിടെയുള്ള ആരുടെയും കാര്യമല്ല. ഇന്ന് കുറേ ആളുകൾ അവരുടെ മക്കളെ കൊണ്ട് പറയുന്നത് മക്കൾ തലവേദനയാണെന്ന്. ഇപ്പോൾ പ്രായം 25, 27, 30 ചോടെയാണ്. അവർ പറയുന്നു നാട്ടുകാർക്ക് തലവേദനയാണ്. ആരാണ് നാട്ടുകാർക്കും പള്ളിക്കും കുടുംബത്തിനും തലവേദനയായത്? ഒരു കാലത്ത് വളർന്നു വന്നപ്പം ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാതെ വളർന്ന മക്കളാണ് നാടിന് തലവേദന, നാട്ടുകാർക്ക് തലവേദന, വീടിന് തലവേദന, ഇനി കല്യാണം കഴിച്ചപ്പോൾ ആ ജീവിത പങ്കാളിക്ക് തലവേദന, ആ കുടുംബത്തിന് തലവേദന, എല്ലാവർക്കും തലവേദന. എല്ലാ മാതാപിതാക്കളും വളരെ 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 ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കൾ കുടുംബ പ്രാർത്ഥനയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ല എന്ന് കണ്ടാൽ, ഓ പിള്ളേരല്ലേ എന്ന് വെക്കരുത്. നാളെ ഒരു 10 വർഷം കഴിയുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു വിഷമമായിരിക്കും. കാരണം ഇപ്പോൾ ദൈവഭക്തി ഇഷ്ടമല്ല, പ്രാർത്ഥന ഇഷ്ടമല്ല, ദേവാലയം ഇഷ്ടമല്ല, ധ്യാനം ഇഷ്ടമല്ല, സ്തുതിപ്പ് ഇഷ്ടമല്ല, അവർക്ക് വേറെ കുറേ കാര്യങ്ങളാണ് പ്രധാനമെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നും വരാനില്ല. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാതെ വളർന്നു വന്നവർ ഇന്ന് പലർക്കും തലവേദനയാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ശരിയാണെങ്കിൽ അത് ഏറ്റെടുക്കുകയും വേണം. തെറ്റാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല, എന്തോ ഒരു തെറ്റ് പറ്റിയോണ്ട് ഈ അച്ഛൻ പറയണതാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവർ കുടുംബം തകരും. ബൈബിളിൽ പ്രഭാഷകൻ 27:3 2 കാര്യം വേണം. ദൈവഭക്തിയിൽ എങ്ങനെയും തട്ടിക്കൂട്ട് വിശ്വാസം വേണമെന്നല്ല, 2 മലയാള വാക്കുകൾ എക്സ്ട്രാ ചേർത്തിരിക്കുക. ദൈവഭക്തിയിൽ എന്തൊക്കെയാണ്? ദൃഢത. ഈ ദൈവഭക്തി ദൃഢത ഉണ്ടായിരുന്നവരാണ് നിങ്ങളെങ്കിലുണ്ടല്ലോ, സ്തുതിപ്പിന് ഇത്രയും ശബ്ദം പോരാ. ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവരാണേ ഉണ്ടല്ലോ, അളവ് കൂടും, അത് ഉറപ്പാ. കാരണം ഇരിക്കുന്നവർ 100 പേരല്ല. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവരുടെ പ്രാർത്ഥന ഇതിനേക്കാൾ കൂടണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ ചിന്തിക്കും ചിലപ്പം, ദൈവഭക്തി ദൃഢതയും തീക്ഷ്ണതയും എന്തിനാന്ന്? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കാര്യത്തിലും എല്ലാത്തിനും മുന്നിൽ നിൽക്കും. നമ്മുടെ കാര്യത്തിലും ദൈവം ഒരു അനുഗ്രഹം ചെയ്യാൻ ദൈവത്തിന് നല്ല തീക്ഷ്ണത കാണും. ദൈവഭക്തിയിൽ ദൃഢതയും വേണം, തീക്ഷ്ണതയും വേണം. അതിൻ്റെ വേറൊരു പേരാണ് ദൈവഭയം. ഹല്ലേലൂയ. ഇന്ന് പലർക്കും എന്തില്ല? ദൈവഭയം ഒന്നുമില്ല. കാര്യം കുറേ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ദൈവഭയം. ദൈവഭയം ഉണ്ടേലുള്ള പ്രത്യേകത എന്നാ? ഒന്ന് ശ്രദ്ധിക്കാമോ? ദൈവഭയം ഉണ്ടേലുള്ള പ്രത്യേകത, ദൈവഭയം ഒരു ദൈവഭക്തന്റെ അടയാളമാണ്. പറയാമോ? ഹല്ലേലൂയ. ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഭക്തന്റെ വിശ്വാസമുള്ള ഒരാളുടെ അടയാളമാണ്. ആ വ്യക്തിക്ക് ദൈവത്തെ ഭയമായിരിക്കും. ദൈവഭയം അത് നല്ല ഭയമാകട്ടെ പറയുന്നത്, നല്ല ഭയം, ദൈവഭയം. ദൈവഭയം, ദൈവഭക്തി, ദൈവവിശ്വാസം. ദൈവഭയമുള്ളവൻ ആരെ പേടിക്കില്ല? ദൈവഭയമുള്ളവൻ ആരെ പേടിയില്ല? ലോകത്തെ ഭയപ്പെടില്ല. ദൈവഭയമുള്ളവൻ മന്ത്രവാദത്തെ ഭയപ്പെടില്ല. ദൈവഭയമുള്ളവൻ കൂടോത്രം ചെയ്യുന്നവനെയും കൂടോത്രക്കാരനെയും കൂടോത്രത്തെയും ഭയപ്പെടില്ല. ദൈവഭയമുള്ളവൻ ആഭിചാരത്തിൽ ഭയപ്പെടില്ല.
ദൈവഭയമില്ലാത്തവരോ ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഭയമായിരിക്കും. കാരണം എന്നാ, ദൈവഭയമുള്ളവനെ ഒരു തലമുടിനാരിന് പോലും കേടുവരാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ തലയിലെ ഓരോ മുടിയും. നമ്മുടെ തലയിലെ മുടി എണ്ണിയവർ എത്ര പേരുണ്ട്? നിങ്ങൾ വേറെ ആരുടെയും മുടി എണ്ണണ്ട, നിങ്ങളുടെ തന്നെ മുടി രാവിലെ തൊട്ട് എണ്ണി തീർത്തവർ ആകെ 4, 3, 7 ഉള്ളവർ എണ്ണിയിട്ടില്ല. ഓരോ പ്രാവശ്യം ചീകുമ്പോൾ എത്ര എണ്ണം ചീപ്പെ പറ്റി പോകുന്നു അതേപോലും എണ്ണിയിട്ടുണ്ടോ? ചീകിപ്പോൾ ഒരു 10 ചീപ്പെ പറ്റി പോയി, 10 അല്ല 50 പോയി, നമ്മൾ എണ്ണിയിട്ടില്ല. അത് ചുരുട്ടി അടുപ്പിലിട്ടിട്ടുണ്ട്. സർവശക്തനായ ദൈവം പറയുവാണ്, തലമുടി എണ്ണിയിട്ടുണ്ടെന്ന് ഞാൻ. എൻ്റെ തലയിലെ മുടി ഞാൻ എണ്ണിയിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിലെ മുടി നിങ്ങൾ എണ്ണി, ആകെ എണ്ണാത്തതാണ്, ബാക്കിയെല്ലാം നമ്മൾ എണ്ണും, ഇത് എണ്ണിയല്ല. ദൈവം പറയുകയാണ്, ആരും എണ്ണാത്തത് ദൈവം എണ്ണിയിട്ടുണ്ട്. തലമുടി നാര് പോലും, ഇതിന് പോലും ഒരു കേടുവരാൻ ദൈവഭയം ഉള്ളവനെ ദൈവം അതുപോലെ കെയർ ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ദൈവഭയമുള്ളവൻ ഇതിനൊന്നും ഭയപ്പെടില്ല. ക്രിസ്ത്യാനി ഇവിടുത്തെ കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കരുത്. ഇവിടുത്തെ കാര്യമല്ല, ഞാൻ വേറെ ഏതോ നാട്ടിലെ കാര്യമൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട, ഇഷ്ടം ഉണ്ടെങ്കിൽ എടുക്കുക, കാര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഒരാൾ പറഞ്ഞു, ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് പോകണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട് അച്ഛാന്ന്. ഒരു ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൂടോത്രം ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ കൂടോത്രം ചെയ്യാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. അത് മാത്രമേ ഇനി പഠിക്കാനുള്ളൂ, ഇതും കൂടെ പഠിക്കണം. ക്രിസ്ത്യാനി സ്ഥലം വിറ്റ്, ഒരു ക്രിസ്ത്യാനിയോട് പറയുവാണ്, കണ്ണടച്ചിട്ട് കൂടോത്രം കാണുന്നല്ലോ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണെന്നാണ് പറയുന്നത്. കണ്ണടച്ചിട്ട് കൂടോത്രം കാണുന്നവരെ കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരാൾ കണ്ണടച്ചിട്ട് പറയുക, കൂടോത്രം കാണുന്നുണ്ടല്ലോ ചേട്ടാ, ആണോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനക്കാരെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കണ്ണടച്ചാൽ കൂടോത്രക്കാരനെ കാണുന്നവൻ വിശ്വാസിയല്ല. കണ്ണടച്ചാൽ സർവശക്തനായ ദൈവത്തെ കാണുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ആണോ അല്ലയോ? ആണോ? ഒന്നും പ്രതികരിക്കുന്നില്ല. ഹല്ലേലൂയ. ചില ആൾക്കാർ കണ്ണടച്ചാൽ വേറെ കുറേ കാര്യങ്ങൾ കാണും. അതുപോട്ടെ. ഒരാൾ പറഞ്ഞതാണ്, ഇനി കൂടോത്രം ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കാനൊരു കാരണമുണ്ട്. ഈ ക്രിസ്ത്യാനിക്ക് ദൈവത്തെക്കാൾ കുറേ പേർക്ക്, എല്ലാ ക്രിസ്ത്യാനികളും ചില കൂടോത്രത്തെ ഭയങ്കര പേടിയാണ്. കൂടോത്രം അങ്ങനെ ഒരു സംഭവം എനിക്ക് മനസ്സിലായപ്പോഴാണ് ഇത് പറയാൻ കാരണം. ഒരു ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് പോകാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത്. 9 നാടൻ മുട്ട മേടിച്ചു. എത്ര എണ്ണം? 9. എന്നിട്ട് നാടൻ മുട്ട കേട്ടോ, മറ്റേ വെളുത്തല്ല, നാടൻ മുട്ട മേടിച്ചു. എന്നിട്ട് 5 കളറിലുള്ള റബ്ബർ ബാൻഡും മേടിച്ചു. പഴയ കുടയുടെ കുടക്കമ്പിയും മേടിച്ചു. കുടക്കമ്പി അവിടെ ഉണ്ടായിരുന്നു. കുറേ അടക്കയുടെ പകുതി, ഇതെല്ലാം കൂടെ എടുത്ത് ഒരു 3-4 കളറുള്ള സ്കെച്ച് പെന്നും കൂടെ മേടിക്കണം. സ്കെച്ച് പെൻ വില കുറവാണ്. അത് മേടിച്ചിട്ട് ആ മുട്ടയുടെ പുറത്ത് നിങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, കൊങ്ങിണി ഒന്നും എഴുതരുത്. നിങ്ങൾക്കറിയാത്ത ചൈനീസ് ഭാഷയൊക്കെ എഴുതിയാൽ കുഴപ്പമില്ല. എഴുതിയിട്ട് ഏത് സ്ഥലമാണോ വിറ്റ് പോകേണ്ടത് അവിടെ കൊണ്ടുപോയി രാത്രിക്ക് എപ്പോഴേലും വെച്ചേക്കുക. ആ വീട്ടുകാർ അത് എപ്പോഴേലും കാണുമ്പോൾ ആദ്യം പറയുന്നത് എന്നാന്നിരിക്കുന്നറിയോ? എടീ, കൂടോത്രവാടി നമ്മുടെ വീട്ടിൽ, നമ്മൾ തകരാനുള്ള കാരണം, നശിക്കാനുള്ള കാരണം ഇതാന്ന് പറഞ്ഞ് സ്ഥലം വിൽക്കാനും. ഇനി അടുത്ത ശ്രമമാണ്, നമുക്ക് ഇവിടുന്ന് വിറ്റ് പോകണം മനുഷ്യ, ഇവിടുന്ന് വിറ്റ് പോകാം. പണ്ടേക്ക് എനിക്ക് സംശയം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അതാണ് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിലാണ്. അവർ ധ്യാനം കൂടിയവരൊക്കെയാണ്, കാര്യം പ്രാർത്ഥനയുള്ളവരൊക്കെ ഉള്ളവരാണ്. അവിടുത്തെ ചേട്ടൻ പറമ്പിൽ തെങ്ങിന് തടവെടുക്കാൻ പോയ സമയത്ത്, തെങ്ങിന് തടവെടുക്കുകയാണ്, മുറ്റത്തിൻ്റെ താഴെയുള്ള ഒരു തെങ്ങ്. തടവെടുക്കുമ്പം പുള്ളിയുടെ തൂമ്പയിൽ ഒരു കാർബോർഡിൻ്റെ പെട്ടി തൂമ്പയിൽ ഇങ്ങനെ ഉടക്കി. പെട്ടെന്ന് അയാൾ തൂമ്പ വളരെ ഇവിടെ വച്ചിട്ട് ഇത് അഴിച്ചു നോക്കിയപ്പം കൂടോത്രമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ സാധനങ്ങൾ അതിനകത്തുണ്ട്. മുട്ട ഏതാണ്ടൊക്കെ എഴുതിയിരിക്കുന്നു, കുറേ കുടക്കമ്പി, അടക്കയുടെ പകുതി, വെറ്റയില, ഉണങ്ങിയ തുളസിയില എല്ലാം കൂടി ഇരിക്കുന്നു. അയാൾക്ക് അന്നേരം മനസ്സിലായി, ഞങ്ങളുടെ തകർച്ചയ്ക്ക് ആരോ ചെയ്തതായതെന്ന്. അയാളുടെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചു. അയാൾ അന്നേരം അതെടുത്തോണ്ട് ഭാര്യ പോലും അറിയാതെ പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി പാത്തു വെച്ചു. എന്തായിരിക്കും പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ട് വെക്കാനുള്ള കാരണം? അയാളോട് വേറൊരാൾ പറഞ്ഞു, എടാ, കൂടോത്രം വീടിന് ഏക്കുള്ളൂ, പഞ്ചായത്തിന് ഏക്കിയല്ലെന്ന്. എപ്പോഴും ശ്രദ്ധിച്ചോണം, കൂടോത്രം പ്രൈവറ്റ് കാര്യങ്ങൾക്ക് ഏക്കുള്ളൂ, ഗവൺമെൻറ് കാര്യങ്ങൾക്ക് ഏക്കിയല്ല. പഞ്ചായത്തിന് ഏക്കിയല്ല, കളക്ടർ ഓഫീസിന് ഏക്കിയല്ല, KSRTCക്ക് ഏക്കിയല്ല, പ്രൈവറ്റിനല്ല ഇത് കൊള്ളും. ഇയാൾ കൊണ്ടുപോയി പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ടുവച്ചു. അന്ന് തൊട്ട് ഈ മനുഷ്യൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഇയാൾ 8 9 മണിയാകുമ്പോഴേ കിടന്ന് ഉറങ്ങുന്നവനാണ്. നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ്. 10 മണിയാകുമ്പോഴേ നന്നായിട്ട് ഉറങ്ങും. ഭാര്യ ശ്രദ്ധിച്ചു. പിന്നീട് ഇയാൾ ഉറക്കമില്ല. 11 മണിയാകുമ്പോൾ ഏകദേശം എഴുന്നേക്കും, ഒരു കുപ്പി വെള്ളം കുടിക്കും.
12 ഉറക്കമില്ല, തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനുഷ്യ? എന്തെങ്കിലും വേദനയുണ്ടോ? നമുക്ക് അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകണം, ആശുപത്രി പോകണം, ചെക്കപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എന്തോ ഉണ്ട്, നിങ്ങൾ എന്തോ കാര്യം കൊണ്ട് പറയാത്തതാണ്. ഭാര്യ പുറകെ നടന്ന് ശല്യം ചെയ്ത് അവസാനം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി എനിക്ക് ഹാർട്ടിന് ഒരു പ്രശ്നവുമില്ല, പ്രശ്നം ഇതാണ്, നമ്മുടെ പറമ്പിൽ നിന്ന് കൂടോത്രം കിട്ടി, ഞാനത് പഞ്ചായത്തിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി വച്ചിരിക്കുകയാണ്. എടി നമ്മൾ തകരാൻ വേണ്ടി ആരോ ചെയ്തതാ, ഇവിടുന്ന് വിൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല, ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം തകർന്നു പോകും. ഉടനെ ഭാര്യ ഒരു ഐഡിയ ഇട്ടു, ഒന്നും പേടിക്കേണ്ട മനുഷ്യ, നാളെ ആ കൂടോത്രം നമ്മളെടുത്ത് രാവിലത്തെ കുർബാനയ്ക്ക് പോയിട്ട് വികാരിയച്ഛന് കൊടുത്തേക്കാന്ന്. വികാരിയച്ഛനാണ് ഭാര്യ മക്കളൊന്നും ഇല്ലാത്ത ആളാണ്, മേലെ ആകാശം താഴെ ഭൂമി, നോ പ്രോബ്ലം, പോയാൽ പോയി കിട്ടിയാൽ കിട്ടി. അവർക്ക് ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കും, അച്ഛന് കൊടുത്തേക്കാം, എല്ലാം വേണ്ടാത്ത അച്ഛന് കൊടുത്തേക്കാം. അങ്ങനെ അന്ന് രാത്രിയിൽ ഈ മനുഷ്യൻ നന്നായിട്ട് കിടന്നുറങ്ങി. ഇവർ ഞാൻ അവിടുത്തെ ധ്യാനമൊക്കെ കൂടിയവരാണ്, അന്നൊന്നും ഈ പ്രസംഗമൊന്നും ഞാൻ പറയാറില്ലായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്ത് ഇവർ ഈ ഒരു കാര്യത്തോടെ എഴുന്നേറ്റ് ചെയ്ത് കൂടോത്രം, ഇവർക്ക് ഓട്ടോറിക്ഷ ഉണ്ട് ഇവർക്ക് സ്വന്തമായിട്ട്. ഈ ഓട്ടോറിക്ഷ വെച്ച് രാവിലെ എടവപ്പള്ളി പോകാൻ എഴുന്നേറ്റപ്പോൾ ഈ ഭാര്യയ്ക്കൊരു ബോധോദയം. ഭാര്യ പറയുകയാണ്, നമുക്ക് പള്ളി പോകണ്ട, നമ്മൾ ധ്യാനത്തിന് പോയ അവിടെ ഒരു അച്ഛനെ വിളിച്ച്, അച്ഛനുണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുത്താലോ? അതാരാണ്? ഞാനാണ്. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ പല പ്രാവശ്യം ഫോണിൽ സൈലൻ്റ് ആയിരുന്നു, ഫോണിങ്ങനെ ഫോണിങ്ങനെ വരുന്നു. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഞാൻ വല്ല അവർക്ക് ആപത്തോ അപകടമോ വന്നിട്ട് വിളിക്കുവാണോ എന്നറിഞ്ഞ് ഫോൺ എടുത്തപ്പോൾ അവർ പറഞ്ഞു, മാത്യച്ച ഞങ്ങൾ അവിടെയാണ്, ഇങ്ങനെയാണ്, ഈ സ്ഥലത്താണ്, ഞങ്ങളുടെ പറമ്പിൽ നിന്നൊരു കൂടോത്രം ചെയ്ത് ഞങ്ങൾ തകരാൻ വേണ്ടി ആരോ ചെയ്തതാണ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം അത് അച്ഛന് തരണം എന്നുള്ളതാണ്. അച്ഛനാണെങ്കിൽ പറഞ്ഞൊന്നുമില്ലല്ലോ. എനിക്ക് അന്നേരം പെട്ടെന്നൊരു ആവേശത്തിന് ഞാൻ ഒരു ത്രില്ലടിച്ച് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുപോരേന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി നാളായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കൂടോത്രം എന്നാന്നൊന്ന് അറിയണം, ഇതെന്തൊക്കെ സാധനങ്ങളാണ് ഈ കൂടോത്രം, ഇതിനകത്ത് എന്നാ പരിപാടി എന്നൊന്ന് അറിയണം. ഇത് കേട്ടപാടെ ഞാൻ ആവേശത്തിന് പറയുകയും ചെയ്തു, കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ എനിക്കൊരു ചെറിയ പേടി, ഇയാളിത് കൊണ്ടുവരുമോ ദൈവമേ, എന്നാ ചെയ്യുമെന്ന് എനിക്ക് ഒരു പേടി. കുർബാന കഴിഞ്ഞ് ഉടനെ ഞാൻ വന്ന് ഫോൺ നോക്കിയപ്പോൾ ഇയാൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു, എവിടെയാത് ചോദിച്ചപ്പോൾ പറയാണ്, ഞങ്ങളിപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ എത്തിയിരിക്കുകയാണ്, 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും, അച്ഛൻ എവിടെയും പോകരുത്. അപ്പം തൊട്ട് എനിക്ക് ഒരു പേടി, ദൈവമേ ഇതിപ്പോൾ എന്നാ ചെയ്യും, എനിക്കൊരു ടെൻഷൻ. ഇയാൾ ഈ പറഞ്ഞ നേരം കൊണ്ട് കൂടോത്രമായിട്ട് വന്നു. ഇയാൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി, ചേട്ടൻ്റെ കയ്യിലാണ് ഈ കൂടിനകത്താണ്, ഒരു 50 പൈസ ആ കൂടിനകത്താണ് ഇതുള്ളത്. വന്ന പാടെ ഞാനവിടെ കാണുകയാണ്, ഇയാൾ നേരെ എൻ്റെ കയ്യിലേക്ക് തരുവാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ തരണ്ട, ഞാൻ കൈ പുറകെ കിട്ടി, നിങ്ങൾ അവിടെ വെച്ചോളാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, കൂടോത്രം ചാടി കൈകൊണ്ട് തുടരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ കൈ പുറകെ കെട്ടി നിന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾക്ക് ഇത് എത്രയും വേഗം ഇത് എൻ്റെ തരണം, അയാൾ ഫ്രീ ആവണം, എന്നിട്ട് അന്നാമ്പളമൊക്കെ തളിച്ച് അയാളെ വിടുതൽ കൊടുത്ത് വിടണം, അതാണ് അയാളുടെ ലക്ഷ്യം. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഇതെനിക്ക് വല്ലോ പണി കിട്ടുമോ എന്ന് ചിന്തിച്ച് ഞാൻ പറഞ്ഞു, ചേട്ടൻ തന്നെ പള്ളിക്കകത്ത് ഇവിടെ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ ബുദ്ധിപൂർവ്വം നിന്നു. അപ്പം ഞാൻ ഇതെന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു 75 വയസ്സ് കഴിഞ്ഞ വയസ്സായ ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ആ അച്ഛൻ്റെ മുഖം ഓർമ്മ വന്നു. ഞാൻ ഈ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. ചേട്ടാ, ഇവിടെ വേറൊരു അച്ഛനുണ്ട്, പുള്ളി മന്ത്രവാദം, കൂടോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ എക്സ്പേർട്ടാണ്. അദ്ദേഹം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാകും, പിശാചിനെ പിടിക്കുന്നൊരു അച്ഛനാണെന്ന് പറയണമെന്ന് ഞാൻ വെച്ച്. കാരണം എൻ്റെ മനസ്സിലിരിപ്പ് വേറെയാണ്. ഇനി കൂടോത്രം ഏറ്റാൽ തന്നെ എനിക്കൊന്നും പറ്റരുത്, 75 വയസ്സായ അച്ഛന് പറ്റിയാൽ ഇനിയൊന്നും പോകാനില്ല, കിട്ടുവാണെങ്കിൽ ആ അച്ഛന് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ച്. എനിക്ക് വരരുത്, അങ്ങോട്ട് പോയിക്കോട്ടെ ഞാൻ ചിന്തിച്ചു. ഞാൻ തന്ത്രപൂർവ്വം ഈ അച്ഛൻ്റെ അടുത്ത് ചെയ്തിട്ട് ചോദിച്ചു, അച്ഛോ ഒരു കൂടോത്രമായിട്ടൊരാൾ വന്നിട്ടുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അച്ഛൻ എടുത്ത പോലെ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എൻ്റെ ഐഡിയ വളരെ രക്ഷപ്പെട്ടു, എൻ്റെ ഐഡിയ വിജയിച്ചു. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ആ അച്ഛൻ ചെയ്തോളും, ഇന്ന് തന്നേക്കാൻ പറഞ്ഞു. ഞാനത് മേടിച്ച് കൈ പിടിച്ച് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇനി പൊക്കോ, ഞങ്ങളതിന് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പം ഈ ചേട്ടൻ പറയാണ്, ഇതെന്ത് ചെയ്യുന്നു എന്നറിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന്. ഇത് വലിയ കൊടുക്കുമോ? ഞാൻ പറഞ്ഞു, ചേട്ടൻ പൊക്കോ, ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഇനി ഞാൻ ആ ഇനി നിങ്ങൾ ധൈര്യപൂർവ്വം പള്ളി പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ ചേട്ടൻ എന്ത് ചെയ്താലും ഇതെന്ത് ചെയ്തു എന്നറിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പം ഞാനിത് കൂടുമായിട്ട് താഴോട്ട് ചെന്ന്, ഞങ്ങളവിടെ ചെന്ന് കാൽപെരുമാറ്റം, കാലിൻ്റെ ഒച്ച കേട്ടപ്പോഴേ അച്ഛൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് അടുക്കളയിലേക്ക് വന്നു. അവൾ ഇറങ്ങി വരുന്ന അടുക്കളയിലേക്കാണ്. അടുക്കളയിലേക്ക് വന്നപ്പം ഞാൻ ഈ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛൻ അതോടൊരു മേശയെ വെച്ചു, കൂടെടുത്ത് ചുരുട്ടി ഒരു ബാസ്ക്കറ്റ് ബോട്ടിൽ ഇട്ടു. അതിൻ്റെ മുകളിൽ കെട്ടി ഈ കാർബോർഡിൻ്റെ പെട്ടി അത് അഴിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഇതിനകത്തേക്ക് എന്നാക്കിയാന്ന്.
അന്നേരം ഞാൻ നോക്കിയപ്പോൾ അടക്കയുടെ ഒരു പകുതി ഇരിപ്പുണ്ട്. കുറേ ഉണങ്ങിയ തുളസിയില, വെറ്റയില, മുറുക്കുന്ന വെറ്റയില, ഏതാണ്ടൊക്കെയോ എഴുതിയിട്ട് കുറേ റബ്ബർ ബാൻഡ്, അതിന് മുകളിൽ ഏതാണ്ടോ കമ്പി കഷ്ണങ്ങൾ, എന്തൊക്കെയോ പരിപാടിയുണ്ട്. അച്ഛൻ ഇതെല്ലാം വളരെ നിഷ്പ്രയാസം എടുത്തിട്ട് ബാസ്ക്കറ്റ് കൊട്ടയിലിട്ടിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, പച്ചമുളക് ഉണ്ടോ എന്ന് ചോദിച്ചു. പച്ചമുളകോ? ഞാൻ ചിന്തിച്ചു, കൂടോത്രവും പച്ചമുളകും തമ്മിൽ ഇപ്പം എന്താ ഇപ്പം ബന്ധം? ഞാൻ പറഞ്ഞു നോക്കട്ടച്ചോ. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ പച്ചമുളക്. ഞാൻ 2 എണ്ണം എടുത്തു. ഞാൻ പറഞ്ഞു ഉണ്ട്. എന്നോട് പറഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞോളാൻ. അപ്പോൾ ഇയാൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് ഈ മുട്ട അതിനകത്ത് ഒറ്റ പൊട്ടിനിട്ട് ഇടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഉള്ളി ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തോളാൻ പറഞ്ഞു, ഉള്ളി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആംബ്ലേറ്റ് അടിക്കാനുള്ളൊരു പരിപാടിയിലേക്ക് പോവാണ്. എന്നോട് സ്നേഹമുള്ള ഈ ചേട്ടൻ എന്നോട് ആ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു, ചെയ്യരുതെന്ന്. പുള്ളി 75 വയസ്സുണ്ട്, ഇനി നോക്കാനൊന്നുമില്ല, പോട്ടെ. അച്ഛൻ ചെറുതാണ് നോക്ക്, ആ അർത്ഥത്തിലാണ് പുള്ളി പറഞ്ഞത്. ഞാൻ പറഞ്ഞു സവോളയുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞോളാം, ആ ദോശക്കല്ലും വെക്കാൻ പറഞ്ഞു. ദോശക്കല്ല് വെച്ച് ആംബ്ലേറ്റ് അടിക്കാനുള്ള പരിപാടിയിൽ എണ്ണയൊക്കെ തൂത്ത് ഈ ചേട്ടൻ മുഖമെല്ലാം അങ്ങോട്ട് വല്ലാണ്ടായി. കാരണം അയാൾ ഉദ്ദേശിച്ച പോലത്തെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. എനിക്കും എന്തോ ഒരു വിഷമമായിപ്പോയി. ഞാൻ വിചാരിച്ച അച്ഛനൊരു ബന്ധന പ്രാർത്ഥനയൊക്കെ ചൊല്ലി അന്നാമ്പളമൊക്കെ തളിച്ച് ഇയാൾ സന്തോഷത്തിൽ വിടും, എനിക്കിത് കണ്ട് ഇതൊക്കെ എന്തൊക്കെയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്നും ഒരു പ്രാർത്ഥനയും ചൊല്ലിയില്ല. ആംബ്ലേറ്റ് അടിച്ചു. ആംബ്ലേറ്റ് അടിച്ച് ഈ ഗ്ലാസ്സിനകത്ത് ഇളക്കിയിട്ട് ഇതേ ദോശക്കല്ലയിലിട്ടു, ചട്ടുകം കൊണ്ടൊന്ന് മറച്ചു വിട്ടു. ഈ ചട്ടുകം കൊണ്ട് ഈ ആംബ്ലേറ്റ് 4 പീസാക്കി. എത്ര പീസ്? 4 പീസ്. അത് ഏകദേശം ഒന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പീസ് എടുത്തിട്ട് ചട്ടുകത്തോടൊപ്പം ഈ അച്ഛൻ ഈ കൂടോത്രവുമായി വന്ന ചേട്ടനെ കൊണ്ട് നീട്ടി. ആ ചേട്ടൻ അന്നേരം 2 കൈയും കൂപ്പി പിടിച്ച് ഏകദേശം ഈ രീതിയിൽ അച്ഛനോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ. അയാൾ മേടിച്ചില്ല. അതേ പീസ് എനിക്ക് തന്നു. എനിക്ക് വേണ്ടെന്ന് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ മേടിച്ചു. ആ ചേട്ടനെ കണ്ണിറുക്കി കാണിച്ചു, കഴിക്കരുതെന്ന്. പക്ഷെ എന്നോടൊരാൾ പറഞ്ഞു കൂടോത്രം ചെയ്ത മുട്ടയെ ആംബ്ലേറ്റ് അടിക്കുന്നത് ചവയ്ക്കാതെ ഇറക്കിയാൽ കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറക്കി, കടല തിന്നുമല്ല, ഇങ്ങനെ ഇറക്കി, ചവച്ചില്ല. ബാക്കി മുഴുവൻ ഭാഗവും ഈ പറഞ്ഞ അച്ഛൻ ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞ് ജനലിന് അങ്ങോട്ട് നോക്കി ശാപ്പിട്ടു മുഴുവൻ. ഈ ചേട്ടൻ പോയി കുറച്ച് കഴിഞ്ഞ് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇപ്പം എവിടെയാ? ഞാൻ പറഞ്ഞു എവിടെയുണ്ട്, വളരെ ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ആ ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥനാ പുസ്തകത്തിൽ 21-ാമത്തെ പേജിൽ 2 പേജിൽ കിടക്കുന്ന ബന്ധന പ്രാർത്ഥന അച്ഛൻ ചെല്ലണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ചേട്ടൻ എന്നെ ധ്യാനിപ്പിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അയാൾ പറഞ്ഞു അന്നാമ്പളം എടുത്ത് അച്ഛൻ തന്നെ ഇതേ ഇങ്ങനെ തെളിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അയാൾ പറഞ്ഞു അച്ഛൻ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, വണ്ടി മറിയും, രോഗം വരും, പ്രശ്നം ഗുരുതരമാകും, സ്നേഹമുള്ളതുകൊണ്ട് പറയുവാന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞെല്ലാം കൂടെ എനിക്കും ആകെ ടെൻഷനായി. ഇതിപ്പോൾ ആ കുളമായിപ്പോയി, ഇതാകെ തിന്നുകയും ചെയ്തു, ഇതിപ്പോൾ എന്തോ പ്രശ്നമാകും. ഇയാൾ എന്നെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്, എങ്ങനെയുണ്ടോ, വല്ല കുഴപ്പമുണ്ടോ, ശ്രദ്ധിക്കണം, വണ്ടി എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, ഓടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. അവസാനം ഞാൻ പറഞ്ഞു, ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ചേട്ടൻ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇനി വിളിക്കരുത്, ഇങ്ങനത്തെ കാര്യത്തിൽ വിളിക്കരുത്, ഞാനതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഓക്കെയാന്ന് പറഞ്ഞു. ഒരു ദിവസം സമയം ഒത്തു കിട്ടിയപ്പോൾ ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ കൂടോത്രമായി വന്ന ഈ കൂടോത്രം ചെയ്തൊരു സാധനമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നൊരു സാധനമേ, അതൊരു പ്രാർത്ഥന ചൊല്ലിയില്ല, അതിലൊരു വ്യഞ്ചരിച്ചില്ല, അതൊന്നൊന്ന് പ്രാർത്ഥിച്ചൊന്നും നമുക്കതിൻ്റെ വല്ല ദോഷം ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ഉള്ളിൽ വിശ്വാസമുള്ള അച്ഛൻ പറയുകയാണ്, അതെന്നെ വളരെ ഇഷ്ടപ്പെടുത്തി, വിശ്വാസമുള്ളവനെ ഇതൊന്നും തൊടിയല്ലെന്ന് പറഞ്ഞു. വിശ്വാസമുള്ളവനെ, അതിൻ്റെ അർത്ഥം എന്നാ? ദൈവഭയമുള്ളവനെ ഒരു കൂടോത്രത്തിനും മന്ത്രവാദത്തിനും ക്ഷുദ്രപ്രയോഗത്തിനും തൊടാൻ പോലും പറ്റില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്കൊക്കെ പേടി ഇതൊന്ന് ഏറ്റെടുക്ക്. തൊടാൻ പറ്റില്ല. നമ്മൾ പലരും ചിന്തിക്കുന്ന വേറെ കുറെ കാര്യങ്ങളാ. ദൈവഭയമുള്ളവനെ ഒന്നും തൊടിയല. നോക്കിക്കോ, ഇനി കൂടോത്രം മന്ത്രവാദം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്തിനാ കൂടോത്രം ചെയ്യുന്നത്? എനിക്കൊരു പച്ചക്കറി കടയുണ്ട്, ഇതാ അപ്പുറത്തൊരു പച്ചക്കറി കടക്കാരനുണ്ട്. എൻ്റെ പച്ചക്കറി കടയിൽ ആള് കുറവ്, അപ്പുറത്തെ പച്ചക്കറി കടയിൽ ഭയങ്കര ആള്. എന്നോടൊരാൾ പറഞ്ഞു അവൻ്റെ ഒരു പണി കൊടുക്കാൻ. അപ്പോൾ എന്നോടൊരാൾ ഒരു ഐഡിയ പറഞ്ഞു, ഇന്നയാൾ ഇന്ന പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്, അയാൾക്കൊരു പണി കൊടുക്കാൻ പറഞ്ഞു, ചില കച്ചവടം കുറയാൻ. ഞാൻ പോവും പൈസയായിട്ട്. എന്തിന്? അയാളുടെ നല്ല ഒരു അഭിവൃദ്ധിയെ ബ്ലോക്കാക്കാൻ ഞാൻ പൈസയായിട്ട് പോയി
ചില ആളുകളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്ത് അയാൾക്കെതിരെ പ്രയോഗിക്കുമ്പം ഈ വ്യക്തി വിശ്വാസവും ഇല്ല, പ്രാർത്ഥനയില്ലാതെ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തി ചെയ്യുന്നത് നന്നായിട്ട് അയാൾക്ക് കൊള്ളും. ദിവസങ്ങൾ കഴിയുമ്പോൾ അയാളുടെ ബിസിനസ് നോക്കി നിൽക്കുമ്പോൾ ഡൗൺ ആകുന്നത് കാണും. മന്ത്രവാദമുണ്ട്, കൂടോത്രമുണ്ട്. മന്ത്രവാദവും കൂടോത്രവും ചെയ്യുന്ന വീടുകളിൽ ചെന്ന് ഉപദേശിച്ച അയാളുടെ മന്ത്രവാദം നിർത്താൻ നമുക്ക് ആർക്കും പറ്റില്ല. അത് ചെയ്യേണ്ടോ ചെയ്തുകൊണ്ടിരിക്കും, പ്രവർത്തിക്കുന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്നിൽ ദൈവഭയവും ദൈവവിശ്വാസവും ദൃഢമാണെങ്കിൽ, തീക്ഷ്ണതയോടെ ഉണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ആത്മീയ കാര്യമാണ്, ദൈവഭയമുള്ളവന്റെ തലമുടിക്ക് പോലും ഒരു കുറവ് വരാൻ, ഒരു ആപത്ത് വരാൻ, കൊണ്ടുവരാൻ ഒരു മന്ത്രവാദിക്ക് മന്ത്രവാദം കൊണ്ടോ കൂടോത്രം ചെയ്യുന്നവന് കൂടോത്രം കൊണ്ടോ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ പേരാണ് വിശ്വാസം.